നമസ്കാരം. കൊല്ലം നിലമേൽ MC റോഡിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ്? കടവരാന്തയിലിരുന്ന് അമിത്ഷാജിയെയും മോദിജിയെയും നേരിട്ട് വിളിക്കെന്ന് ആക്രോശിച്ചത് വില കുറഞ്ഞ വീമ്പ് കാട്ടലോ? CRPFനെ ഇറക്കി സുരക്ഷ ഉറപ്പാക്കി എന്ന കേന്ദ്ര നാട്യം കേരളത്തിൽ ചെലവാകുമോ? എന്താ കേരളത്തിൽ CRP നേരിട്ട് ഭരിക്കുമോ എന്ന മുഖ്യമന്ത്രിയുടെ ഒറ്റ ചോദ്യത്തിൽ ചൂളിപ്പോയത് ആരെല്ലാം? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. ഗവർണറുടെ റോഡ് ഷോയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും PP ചിത്തരഞ്ജൻ MLA, BJP-ൽ നിന്ന് PR ശിവശങ്കർ, അല്പസമയത്തിനകം കോൺഗ്രസിൽ നിന്ന് M ലിജു, നിയമവിദഗ്ധൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എന്നിവരും എൻകൗണ്ടറിൽ അതിഥികളായി പങ്കുചേരും. ആദ്യം ശ്രീ PP ചിത്തരഞ്ജൻ, ഇന്നു മുതൽ ഗവർണറുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം CRPF-ൽ നിക്ഷിപ്തമാക്കിയിരിക്കുകയാണ് കേന്ദ്രം നേരിട്ടിടപെട്ട്. ഇത് കേരളത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? വേണു, എനിക്ക് സത്യത്തിൽ നമ്മുടെ ഗവർണറെ ഇന്നത്തെ പ്രകടനം കണ്ടപ്പോൾ ഈ ജൂനിയർ മാൻഡ്രക്ക് എന്നൊരു സിനിമ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ ഓർക്കുകയാണ്, അല്ലെങ്കിൽ പ്രേക്ഷകർ കണ്ടു കാണും. അതിനകത്ത് നമ്മുടെ ഹാസ്യ സമ്രാട്ടായിട്ടുള്ള ജഗതിയുടെ ഒരു അഭിനയമുണ്ട്. ഈ റോഡിൽ പോയി പായും വിരിച്ച് കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ റോഡിൽ വന്ന് പരസ്യമായിട്ട് കിടത്തുന്നതിനാണെന്നുള്ളപ്പോഴാണ് പറയുന്നത് അത് പോലീസ് വന്ന് ഇതെനിക്ക് ജനശ്രദ്ധ കിട്ടാനാണ് പോലീസ് വന്ന് എന്നെ മാറ്റും, അപ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കും. സത്യത്തിൽ ആ ജൂനിയർ ബാൻഡ്രോക്കിനെ നാണിപ്പിക്കുന്ന, ജഗതിയുടെ പ്രകടനത്തെ നാണിപ്പിക്കുന്ന പ്രകടനമാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഈ ഗവർണർ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹത്തിന് സ്വയബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് വേണ്ട ശുശ്രൂഷ കൊടുത്താൽ അദ്ദേഹത്തിന് കുറച്ചെങ്കിലും സ്വയബോധം നിലനിൽക്കും. ഇങ്ങനൊരു മനുഷ്യൻ അധപ്പതിക്കാവൂ? ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവർണർ ഗവൺമെൻറ്റിനെ എന്ത് ചെയ്യുമെന്നാ CRPF ഇവിടെ വന്നിട്ട് എന്നെ മൂക്കി വലിക്കുമെന്നോ? ഇങ്ങോട്ട് വരട്ടെ, കേരളത്തിലേക്ക് വരട്ടെ. ഇത് കേരളമാണ്. ഇവിടെ അങ്ങനെ CRPFനെ കൊണ്ടുവന്നൊന്നും അടിച്ചൊതുക്കാത്തൊന്നും ആരും ധരിക്കണ്ട. ഇന്നിപ്പോൾ അദ്ദേഹത്തിനെ 22 വിദ്യാർത്ഥികൾ, 20,000 വിദ്യാർത്ഥികളുടെ നിരക്കും ഒരു CRPFും പോകത്തില്ല. അതെല്ലാം മനസ്സിൽ വെച്ചാൽ മതി. അത് അമിത്ഷായുടെയും അല്ലെങ്കിൽ BJPയുടെയൊക്കെ അജണ്ട വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. കേരളമാണിത്, ജനാധിപത്യത്തിൻ്റെ നാടാണ്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടി എല്ലാ പണിയും ചെയ്തു. ഇപ്പോൾ ഇദ്ദേഹമാണെങ്കിലോ, ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ തൻ്റെ യജമാനന്മാരെ പ്രീതിപ്പെടുത്തി എന്തെങ്കിലും നേടാൻ. ഇദ്ദേഹത്തിന് ഇതിനേക്കാൾ ഇതെല്ലാം അങ്ങ് രാജിവെച്ചിട്ട് കേരളത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാൻ പറ. അതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. ഇത്ര തരംതാണ് ഒരു പണി ചെയ്യാം ഒരു ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൊച്ചു പിള്ളേരുടെ വെല്ലുവിളിക്കാൻ നടക്കുന്നത് എന്തെങ്കിലും ആലോചിച്ചേ. 10-75 വയസ്സുള്ള ഒരു മനുഷ്യൻ 10-18 വയസ്സുള്ള പിള്ളേരോട് ഗോങ്ക വിളിക്കുന്നു, വെല്ലുവിളിക്കുന്നു, വാടാ പോടാ, ആക്രോശിക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടോ? 1.5 മണിക്കൂർ സമയം. അപ്പോൾ ഓരോരുത്തരും നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, ഇരുത്തേണ്ടവർ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റും. അതാണ് ഇദ്ദേഹം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എത്ര ആ സദാശിവത്തിനെയൊക്കെ പോലെയുള്ള ഗവർണർ ഇരുന്ന കസേര, ഏറ്റവും അവസാനത്തെ ഗവർണറാണ് ഞാൻ പറയുന്നത്, അതിനു മുമ്പ് മഹാരഥന്മാരിരുന്നു. ആ കസേരയിൽ വന്നിരിക്കുന്ന ഇയാൾ എത്ര പാർട്ടി മാറി ചാടി എല്ലാ നാടൻകെട്ടകളെയും കളിച്ചിട്ടുള്ള ആൾ. അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇനി അടുത്ത ഭാവിക്ക് വേണ്ടി കേരളത്തെയും ജനാധിപത്യത്തെയും എല്ലാം അങ്ങ് വെല്ലുവിളിച്ചിട്ട് CRPFനെ അങ്ങ് ഇറക്കി ഈ കേരളത്തിലെ ഗവൺമെൻറ്റിനെ അങ്ങ് പഠിപ്പിക്കാൻ പോവുകയാണെന്ന് ധരിച്ചാൽ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് കേരളമാണ്, അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ PR ശിവശങ്കർ, ഇപ്പോൾ ഏറ്റവും നാടകീയമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്. CRPFന്റെ സുരക്ഷാ വിന്യാസവും ഇപ്പോൾ ഇവിടെ നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയുമാണ്. അവിടെയാണ് ശ്രീ ചിത്തരഞ്ജൻ ചോദിക്കുന്നത്, മൂക്കിൽ കേറ്റുമോ എന്ന്. CRPFന് ഇപ്പോൾ അധികമായി എന്തുറപ്പ് നൽകാൻ കഴിയും ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ? വേണോ, ഇത് CRPFന്റെ ചുമതല എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് Z+ ആണെങ്കിലും ഇതിൻ്റെ ട്രാവൽ പ്ലാനും അതെല്ലാം ചെയ്യുന്നത് CRPFും പോലീസും, കേരള പോലീസും കൂടെ ആയിരിക്കും. പക്ഷേ ഇമ്മീഡിയറ്റ് സുരക്ഷ, അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള സുരക്ഷ,
അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അദ്ദേഹത്തിന് സുരക്ഷ നൽകുന്നത് സംസ്ഥാന പോലീസ് ആയിരിക്കില്ല, ഇനി CRPF ആയിരിക്കും എന്ന് മാത്രമാണ്. ബാക്കിയെല്ലാം പോലീസ്, മറ്റുള്ള പോലീസ് തന്നെയായിരിക്കും ചെയ്യുക. കാരണം ഏതാണ്ട് CRPFന് അത്ര 7-8 സ്റ്റാഫേ ഉള്ളൂ. യാത്ര ചെയ്യുമ്പോൾ പോലീസിൻ്റെ കൂടെ ഒരു CRPFൻ്റെ അഡീഷണൽ സെക്യൂരിറ്റി ഗാർഡും കൂടി ഉണ്ടാവും. കൂടെ CRPFൻ്റെ വണ്ടി 1-2 അഡീഷണൽ ഉണ്ടാവും. അതുപോലെ തന്നെ ബുള്ളറ്റ് പ്രൂഫ് കാറായിരിക്കും. ഇതാണ് അഡീഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം CRPFൻ്റെ നോർമൽ പ്രൊസീജിയർ, Z+ പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ CRPF മൂക്കിൽ വലിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ CRPF അതല്ലെങ്കിൽ കേന്ദ്ര സേനകൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ കേരള പോലീസും നല്ല രീതിയിൽ തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിലെ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട് എന്നെല്ലാം പറഞ്ഞാലും ഇവിടെ PFI അറസ്റ്റ് ചെയ്തും അതുപോലെ ജോസഫ് മാഷിൻ്റെ കൈവെട്ട് കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തുമെല്ലാം കേരള പോലീസ്. അതിലേക്ക് വരാം ശ്രീ PR ശിവശങ്കർ. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലും ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെ നിരന്തരം യാത്ര ചെയ്യുന്നുണ്ടാകും. SFIയും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, പ്രതിഷേധം ഉണ്ടാകുമെന്ന്. CRPFന് അത് എങ്ങനെ ഒഴിവാക്കാൻ കഴിയും? അല്ല, CRPF ചെയ്യേണ്ട കാര്യമാണ്, ഞാനോ വേണോ നിശ്ചയിക്കേണ്ട അല്ല, അത് എങ്ങനെ ചെയ്യാൻ കഴിയും? അത് തൊട്ടടുത്ത് അങ്ങ് പറയുകയുണ്ടായി വളരെ പരിമിതമായ ഒരു അംഗബലമേ ഉള്ളൂ, പരിമിതമായി ഈ റൂട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ അവർക്കുണ്ടാകും, ബാക്കി കാര്യങ്ങളെല്ലാം കേരള പോലീസ് തന്നെയാണ് ചെയ്യേണ്ടതെന്ന്. പിള്ളേർ ഇറങ്ങുമേ, നാളെയും കരിങ്കൊടി ഉണ്ടാകുമേ, CRPFന് എന്ത് ചെയ്യാൻ കഴിയും? അല്ലാതെ അവർ നിശ്ചയിക്കട്ടെ. അപ്പം പിള്ളേരിറങ്ങി CRPFനെ അങ്ങോട്ട് മൂക്കിൽ വലിക്കുമോ? അങ്ങനെയാണോ വേണോ ഉദ്ദേശിക്കണേ? ഇവിടെ ഇപ്പൊ മുഖ്യമന്ത്രി പറയുകയുണ്ടായല്ലോ CRPFന് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ചെയ്യാൻ കഴിയില്ല എന്ന്. അല്ല, ഒരു സെക്കൻഡ്, ഇതുപോലെ തന്നെ മുൻപൊരിക്കൽ VS അച്യുതാനന്ദൻ പറയുകയുണ്ടായി. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വന്നപ്പോൾ കേന്ദ്ര സേന ഇറക്കുമെന്ന് പറഞ്ഞപ്പോൾ VSന്റെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു പ്രയോഗമുണ്ട്. CRPF ഇവിടെ, കേന്ദ്രസേന ഇവിടെ വരും, പക്ഷെ ബാരക്കിലിരിക്കുമെന്ന്. അവിടെ തന്നെ ഇരുന്നു. കാരണം ഇത് ആഭ്യന്തര കാര്യമാണ്, അത് സംസ്ഥാനത്തിന്റെ വിഷയമാണ്. സംസ്ഥാനത്തിൽ നിന്ന് ഘടനാപരമായി മാറിട്ട് നിന്ന് എന്തും ചെയ്യാൻ കഴിയും എന്ന് ആരും കരുതേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളും വ്യക്തമാക്കിയിരിക്കുകയാണ്. കടവരാന്തയിലിരുന്ന് മോദിജി, അമിത്ഷാജി, ബോലോ എന്നൊക്കെ വിളിക്കാം, പക്ഷെ വരുന്ന കൂട്ടർ ഒരു നിയമവ്യവസ്ഥയെ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതിനോടനുബന്ധമായി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. അതെങ്ങനെയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുമല്ലേ ഇന്ന്? ഞാനതുകൊണ്ട് വേണുവിൻ്റെ ഇൻട്രോ തന്നെ ഒരു വൺ സൈഡഡ് ആയിരുന്നു. വേണുവിന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വാദിക്കാൻ തീർച്ചയായും അവകാശമുണ്ട്, തീർച്ചയായിട്ടും വാദിക്കുകയും ചെയ്യാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. CRPക്ക് എന്ത് പറ്റും, എന്ത് പറ്റില്ല, പറ്റാത്ത കാര്യങ്ങളാണ് കൂടുതൽ. പിന്നെ ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ മുതൽ എന്താണ് ഈ CRP വരുന്നത് വഴി അധികമായി കിട്ടാൻ പോകുന്ന സുരക്ഷ? അല്ല, ആയിരിക്കാം വേണു, അത് നമ്മളെന്തിനാ ഇപ്പോഴേ വേണു, ഞാൻ അതാണല്ലോ പറഞ്ഞത്. ആയിരിക്കാം, അല്ലാതിരിക്കാം. പക്ഷേ ഒരു വ്യക്തിക്ക് അവന് സുരക്ഷ പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവന് ആവശ്യമുള്ള സുരക്ഷ അത് കേന്ദ്ര സർക്കാർ കൊടുത്താൽ ആ സർക്കാർ കൊടുക്കുന്ന സുരക്ഷ തൽക്കാലം പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ അതിൽ പ്രതീക്ഷിക്കാനേ വിധിയുള്ളൂ, അല്ലെങ്കിൽ വഴിയുള്ളൂ. അല്ലാണ്ട് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പോലീസ് സുരക്ഷയ്ക്ക് മതിയായ സുരക്ഷ ഇല്ല എന്ന് ആ വ്യക്തിക്ക് തോന്നിയാൽ ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്ര സേനയുടെ സുരക്ഷ മേടിക്കാം, അതല്ലെങ്കിൽ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കാം. ഇത് രണ്ടുമല്ലേ വഴിയുള്ളൂ. അല്ലാണ്ട് ശ്രീ ശിവശങ്കർ, ഇതിലൊക്കെ സാമാന്യ യുക്തി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്നാമതായി ഇതിലെ കുഴപ്പക്കാർ ഒരുപക്ഷം മാത്രമല്ല, ഇതിൽ കൃത്യമായി വളരെ സജീവമായി പങ്കാളിയായിരിക്കുന്ന മറ്റൊരു കുഴപ്പക്കാരനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ചിത്രരഞ്ജൻ പറഞ്ഞതുപോലെ ഈ കുട്ടികൾ ഇങ്ങനെ വന്ന് കരിങ്കുടി കാട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റു നിവൃത്തിയില്ല. അവർ അധികാര കേന്ദ്രമല്ല, അധികാരങ്ങളില്ല. അധികാരികളെ, അവർക്ക് യോജിക്കാൻ കഴിയാത്ത നിലപാടുകൾ എടുക്കുന്ന അധികാരികളെ ഏതെങ്കിലും തരത്തിൽ അവർ ആ നിലപാടിൽ നിന്നും പിന്തിരിയണമെന്ന് പറയാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ശിവശങ്കറിൻ്റെയും ഭൂതകാലം അത് തന്നെയാകുമല്ലോ അങ്ങേ പഠിപ്പിക്കുന്നത്. പ്രതിഷേധം എന്ന് പറയുന്ന ഒറ്റ മാർഗം, അതാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയാണോ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഒരാൾ അതിനെ സമീപിക്കേണ്ടത്? അയാളും ഒരു പ്രതിഷേധക്കാരനായി മാറുകയാണ്. അതെങ്ങനെയാണ്? ആ പ്രതിഷേധം എന്ന് പറയുന്നത് വളരെ നിലവാരം കുറഞ്ഞ ഒരു താരതമ്യത്തിലൂടെ മുഖ്യമന്ത്രി പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും എന്നില്ല, ഞാൻ പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും. ഇങ്ങനെ ആർക്ക് അധികാരം കൂടുതൽ പരിരക്ഷ കിട്ടുന്നു, ആർക്ക് കിട്ടുന്നില്ല എന്ന കൊതിക്കറിവ് പറയേണ്ട ഒരാളാണോ ആരിഫ് മുഹമ്മദ് ഖാൻ? അതെങ്ങനെയാണ് കൊതിക്കറിവാകുന്നത്? ഒരു വ്യക്തിക്ക് ഭരണഘടനാ പ്രകാരമുള്ള ഒരു ഉന്നത ശ്രേണിയിലുള്ള ഒരു വ്യക്തിക്ക് കിട്ടേണ്ട നിയമപ്രകാരമായ ചുമതല, ഒരു പരിരക്ഷ അത് കിട്ടുന്നില്ല എങ്കിൽ അതിനെയല്ലേ കുറ്റം പറയേണ്ടത്? അതല്ലാതെ അദ്ദേഹത്തിന് അത് ലഭിക്കുവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ, എത്രത്തോളം ലഭിക്കാൻ സാധിക്കും എന്നൊക്കെ ഉള്ളതാണോ ചർച്ചാ വിഷയം? ശിവശങ്കർ, ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ഈ നിലമേൽ വഴി പോകുമ്പോൾ ഈ കുട്ടികൾ എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ പറയുന്ന പരമാവധിയായ ആക്രമണം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ കരിങ്കൊടി കെട്ടിയിരിക്കുന്ന വടി വന്ന് ആ വണ്ടിയിൽ തട്ടി. അത്രയല്ലേ ഉള്ളൂ.
അതെന്ത് ജീവഹാനി ഉണ്ടാക്കുമെന്നാണ് ഈ മനുഷ്യൻ ഭയക്കുന്നത്? അപ്പോൾ അതൊന്നുമല്ല. ഈ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനമില്ലാത്ത വിചിത്രമായൊരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം വിചാരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ബംഗാളിൽ കാണുന്ന സാഹചര്യമാണോ ഇവിടെ? ബംഗാളിൽ ആനന്ദബോസ് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അതിപ്പോൾ ആനന്ദബോസ് ആയാലും അമിത്ഷാ ആയാലും മോദി ആയാലും ഒരു സുരക്ഷയും ഇല്ലാതെ കേരളത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമല്ലേ ഇത്? അല്ല, അപ്പം വേണു മറ്റു രീതിയിൽ ചിന്തിച്ചാൽ മതി. അതായത് ഇതൊരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഉദാത്തമായ മാതൃകയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വന്ന് ആത്മഹത്യ ചെയ്യാൻ പോയ കുട്ടികളെ രക്ഷിക്കുവാനായിട്ട് അദ്ദേഹം വണ്ടി നിർത്തി താഴ്ത്തിരുന്ന് അവർക്ക് സോഡയും വെള്ളമൊക്കെ മേടിച്ചു കൊടുക്കാൻ പോയതാണെന്ന് വ്യാഖ്യാനിച്ചാൽ മതി. നമ്മൾ തടയാൻ പോയ ആൾക്കാരെ അങ്ങനെ ഒരു വ്യാഖ്യാനം നമ്മൾ കുറച്ച് മുഖ്യമന്ത്രി അവിടെ ഇറങ്ങിയിട്ട് എഫ്ഐആർ ഇട്ടിട്ടേ ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ഇത് കുറച്ചും കൂടി ഉദാത്തമായ മാതൃക, ഒരു ഉദാത്തമായ മാതൃക. അത് എൻ്റെ മുന്നിലേക്ക് ചാടി മരിക്കാൻ വന്നവരെ രക്ഷപ്പെടുത്തിയിട്ട് അവർക്ക് കൂടുതൽ വിവേചന ബുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് വളരെ ശക്തരായ സമർത്ഥരായ പോലീസുകാരുടെ മുന്നിലേക്ക് ഏൽപ്പിക്കുന്നു. FIRൽ എന്ത് ഇടണമെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്ത് ചേർക്കണമെന്ന് പോലീസുകാർ നിശ്ചയിക്കും. അത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനമാണെന്ന് പോലീസ് നിശ്ചയിക്കട്ടെ. അപ്പോൾ അങ്ങനെയും ആവാമല്ലോ. ഒരു രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് അദ്ദേഹം നിലനിന്നുകൊണ്ട് വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങി മഹത്തായ മാതൃക കാണിച്ചു എന്ന് വേണമെങ്കിലും വേണു പറയൂ. ചിത്തരഞ്ജനോടും ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ എം ലിജു, ഇവിടെ ഇപ്പോൾ ഈ CRPF വന്നിരിക്കുകയാണ്. കടവരാന്തയിലിരുന്ന് അമിത്ഷാജിയെയും മോദിജിയെയും ഒക്കെ വിളിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഈ നാടകങ്ങളെ എങ്ങനെയാണ് പ്രതിപക്ഷം കാണുന്നത്? അല്ല, വേണു ഉപയോഗിച്ച വാക്ക് തന്നെയാണ് ഇതിലെ ഏറ്റവും കൃത്യമായ നിർവചനം. നാടകങ്ങൾ. കേരളത്തിൽ ഈ നവകേരള സദസ്സ് നടന്നപ്പോൾ പ്രതിഷേധം പ്രകടിപ്പിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും സംസ്ഥാന മുഖ്യമന്ത്രി നേരിട്ടത് എങ്ങനെയാണ് നമ്മൾ കണ്ടു. അവിടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഗുണ്ടായിസം നടത്താൻ പോലീസ് ഉണ്ടായിരുന്നു. പോലീസിന് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഗൺമാന്മാർ വന്നു, കൂട്ട DYFI ഗുണ്ടകൾ വന്നു. ഈ മൂന്ന് തരം ആളുകൾ ചേർന്നിട്ടാണ് പ്രതിഷേധക്കാരെ തല്ലിയൊതുക്കിയത്. ഇവിടെ ഇപ്പോൾ സംസ്ഥാന പോലീസിൻ്റെ ആളുകളായ SFI DYFIക്കാരായതുകൊണ്ട് പോലീസ് ഗുണ്ടായിസം കാണിക്കാനില്ല. RSSകാർ സാധാരണഗതിയിൽ ഇവിടെ ഇപ്പോൾ എന്തായാലും ഗുണ്ടായിസത്തിന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഗവർണർ തന്നെ ഗുണ്ടായിസത്തിന് നേരിട്ടിറങ്ങുന്നു. അപ്പം രണ്ട് താരതമ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഒന്ന് മുഖ്യമന്ത്രിക്ക് ജനാധിപത്യത്തോട് അല്ലെങ്കിൽ ജനാധിപത്യപരമായ പ്രതിഷേധ സമരത്തോട് എതിർപ്പ്. അദ്ദേഹം അതിനെ ജീവരക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ് സ്വന്തം ഗുണ്ടകളെയും പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തും. മറ്റൊന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിയായിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനും ജനാധിപത്യപരമായ പ്രതിഷേധത്തോട് എതിർപ്പ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? നേരിട്ട് ഗുണ്ടായസിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗുണ്ടകൾ വരണം, CRPF വരണം, ഇവിടുത്തെ പോലീസിനെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തരത്തില്ല. അപ്പോൾ രണ്ടും നമ്മൾ കാണുന്നത് അപക്വമായ ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ അല്പം വൈകിയാണ് ചർച്ചയിൽ വന്നു ചേർന്നത്. അപ്പോൾ ചർച്ച വന്നു ചേർന്നപ്പോൾ വേണുവിൻ്റെ ഒരു പരാമർശം ഞാൻ കേട്ടു. വേണു പറഞ്ഞു, ശ്രീ PP ചിത്തരഞ്ജൻ പറഞ്ഞതായിട്ടാണ് പറയുന്നത്, ചെറുപ്പക്കാർക്ക് പ്രതിഷേധിക്കണ്ടേ? അപ്പോൾ പ്രതിഷേധത്തിൻ്റെ വക്താക്കളായ അവർക്ക് കരിങ്കൊടി കാണിക്കുക എന്നത് അവരുടെ അവകാശമല്ല എന്ന രീതിയിൽ ശ്രീ PP ചിത്തരഞ്ജൻ പറഞ്ഞതായി അങ്ങ് ആവർത്തിക്കുന്നത് ഞാൻ കേട്ടു. ഇതേ കാര്യം യൂത്ത് കോൺഗ്രസ്സുകാർക്കും KSUക്കാർക്കും ബാധകമല്ലേ? അവർ പ്രതിഷേധിക്കാൻ ഇറങ്ങുമ്പോൾ അവരുടെ തലയടിച്ച് തകർക്കുക, മാറി നിന്ന ചെറുപ്പക്കാരെ പുറകെ പോയി ആക്രമിക്കുക, കരിങ്കടി കാണിക്കുന്നവരെ തല്ലി ഒതുക്കുന്ന DYFI ഗുണ്ടകളെ ജീവരക്ഷാ പ്രവർത്തനം എന്ന് പറയുക. അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗവർണറുടെ മാത്രം ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയമാണെന്ന് വെച്ചാൽ എനിക്കിതിനോട് കണ്ടിട്ട് യാതൊരു യോജിപ്പും തോന്നിയിട്ട്. ഒരു പ്രതിഷേധം നടന്ന ഒരു കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇപ്പോൾ CPM-ഉം SFIയും DYFIയും പ്രതിഷേധത്തിൽ നിൽക്കുന്നു. അപ്പോൾ അവർ പ്രതിഷേധത്തിനിറങ്ങുന്ന കാര്യത്തിൻ്റെ ന്യായത്തെക്കുറിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ എതിർപ്പ് കാണും. പ്രതിപക്ഷം ഒന്നല്ലേ ഞങ്ങളെ സംബന്ധിച്ചും ഇവർ ഈ കാണിക്കുന്ന നാടകമാണെന്ന് അഭിപ്രായമുണ്ട്. പക്ഷേ എന്നാൽ പോലും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക്. SFIക്കാരായ കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ട് ഒരു കരിങ്കൊടി കാണിച്ചാൽ എന്താണ് ഗവർണർക്ക് കുഴപ്പം? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ജനാധിപത്യ രാജ്യത്ത് ഒരു കരിങ്കൊടി കാണിക്കുക എന്നത്. പക്ഷേ ലിജു, അവിടെ നിങ്ങളുടെ അതേ താരതമ്യയുക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാനും പയറ്റുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയാണ് പോകുന്നത് എങ്കിൽ ഈ 22 പേർ എന്ന് FIRൽ ഉള്ളത്, എന്നാൽ യഥാർത്ഥത്തിൽ 50-ലധികം വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു, SFIക്കാർ, 100-ലധികം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും പേരവിടെ നിൽക്കുമോ മുഖ്യമന്ത്രിയാണ് പോകുന്നത് എങ്കിൽ? അപ്പോൾ അവിടെ ഒരു പ്രത്യേക പരിരക്ഷ. ഞാനുമായി ബന്ധപ്പെട്ട് മറ്റൊരു സാഹചര്യം ഇത് തന്നെയാണ് നിങ്ങളും ഒരു ആവലാതിക്കാരൻ നിലയിൽ ഉന്നയിക്കുന്നത്. അല്ല, അതല്ല വേണു, അതിനകത്ത് ഗവർണർ പറഞ്ഞതിനകത്ത് സത്യമുണ്ട്. കാരണം മുഖ്യമന്ത്രിയാണ് വരുന്നതെങ്കിൽ അവിടെ ഇത്തരത്തിലൊരു കരിങ്കൊടി ബാനർ അവിടെ നിന്നാൽ
വരുന്നതിന് മുമ്പ് തന്നെ പോലീസ് അടിച്ചോടിക്കും. പോലീസ് അടിച്ചോടിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലീസിനോടൊപ്പം അടിക്കാൻ കൊടും ക്രിമിനലുകളായ നിരവധി കാപ്പ കേസിലൊക്കെ പ്രതി കാപ്പയിലൊക്കെ എടുത്ത് അകത്തിടേണ്ട CPM-ൻ്റെയും DYFIയുടെയും കുറ്റവാളികളായ കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങൾ വന്ന് ചെടിച്ചട്ടി കൊണ്ടോ ഹെൽമെറ്റ് കൊണ്ടോ അടിച്ചോടിക്കും. ഇവിടെ ഇപ്പോൾ ഗവർണർ നോക്കുമ്പോൾ ഗവർണർക്ക് വേണ്ടി ഇങ്ങനെ രംഗത്തിറങ്ങേണ്ട ഗവർണറുടെ RSS BJP-ക്കാരെ ഒന്നും കിട്ടുന്നില്ല. പോലീസ് ആകട്ടെ ഒന്നും ചെയ്യുന്നുമില്ല. അവർ പരസ്യമായിട്ട് 22 10 100 പോലീസ് നിൽക്കുമ്പോൾ 22ഓളം ആളുകൾ വന്ന് നിൽക്കുമ്പോൾ അവർ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നു, ബാനർ പിടിക്കുന്നു. ഗവർണർക്ക് രോഷം തോന്നുന്നു സ്വാഭാവികം. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇരട്ട നീതി, തുല്യനീതി ഇല്ലായ്മ ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ പറയാം, അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കാം. പക്ഷേ ഇരിക്കുന്ന പദവിയുമായി ബന്ധപ്പെട്ട് വേണം ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ. ഇപ്പൊ നിങ്ങൾ പറയുന്ന കേസിൽ ഒരു സംശയവുമില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അധികാര കേന്ദ്രങ്ങളിലില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന പ്രതിഷേധം ഈ രൂപത്തിൽ അവതരിപ്പിക്കാനേ കഴിയൂ. അതിൽ വളരെ മൃഗീയമായ ആക്രമണം തിരിച്ചു നേരിടുമ്പോൾ നിങ്ങൾ പോലീസിനെ സമീപിക്കുന്നു, അവിടെ നീതി കിട്ടാത്തപ്പോൾ രാഷ്ട്രീയമായ ആ വിഷയം ഉന്നയിക്കുന്നു, കോടതിയെ സമീപിക്കുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല ആരിഫ് മുഹമ്മദ് ഖാന് ഇത് അറിയിക്കേണ്ട വേദികളിൽ അറിയിക്കേണ്ട രൂപത്തിൽ ഔദ്യോഗികമായി അറിയിക്കാം. അയാൾ എന്താണ് ചെയ്യുന്നത്? വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു, കുട്ടികളുമായി തായം കളിക്കാൻ നോക്കുന്നു, പിടിവാശിക്കാരനായി അവിടെ നിൽക്കുന്നു, ക്രമസമാധാന രംഗത്ത് ഇടപെടുന്നു, പോലീസിനെ വിരട്ടുന്നു, FIR വേണമെന്ന് പറയുന്നു, അതിലേതേത് വകുപ്പുകളാണ് എന്ന് അറിയണമെന്ന് പറയുന്നു. അതിൽ തൃപ്തിപ്പെട്ടതിന് ശേഷം ആ കടലാസ് ഉയർത്തി കാട്ടിയിട്ട് എനിക്ക് കിട്ടേണ്ടത് കിട്ടി, ഇത് ഞാൻ കേന്ദ്രത്തെ അറിയിക്കുമെന്ന് പറയുന്നു. CRPF വന്നിറങ്ങുന്നു. ഇത് അധികാര ദുർവിനിയോഗമല്ലേ? അതല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു തുല്യനീതിയുടെ അഭാവമാണോ താങ്കൾ കാണുന്നത്? അല്ല വേണു, അതിനെ പിന്നെ നമ്മളതിനെ 2 തലത്തിൽ നമ്മളതിനെ പരിശോധിക്കാം. ഒന്ന്, ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു കേസ് മാത്രമായി നമുക്ക് പരിശോധിച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന അധികാര ദുർവിനിയോഗമാണ്. അതിൻ്റെ അത് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഒരു പ്രതിഷേധത്തോട് അദ്ദേഹം പെരുമാറേണ്ട പക്വതയുടെ യാതൊരു അംശവുമില്ലാതെയാണ് ഗവർണർ പെരുമാറുന്നത്. കുറച്ചാളുകൾ കരിങ്കുടി കാണുമ്പോൾ അവിടുത്തെ കടത്തന്നെ മാറിയിരിക്കുന്നു, FIR ഇടുന്നത് ഇരിക്കുന്നു. FIR കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പം എൻ്റെ കയ്യിൽ ആവശ്യമുള്ള സാധനം കിട്ടി എന്ന് പറയുന്നു. എന്നിട്ട് നേരെ അമിത്ഷായെ വിളി, പ്രധാനമന്ത്രിയെ വിളി എന്നൊക്കെ പറഞ്ഞാൽ അപക്വമായ ഇരിക്കുന്ന സ്ഥാനത്തോട് ഒട്ടും തന്നെ നീതി പുലർത്താത്ത അപക്വമായ സമീപനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ അധികാരത്തിൽ കയറ്റുന്ന കടന്നുകയറ്റമാണെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു, അപക്വമതികളുടെ രീതികൾ വ്യത്യസ്തമാണ്. ചില അപക്വമതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ജനാധിപത്യ പ്രക്ഷോഭം നടത്തുന്നത് കാണുമ്പോൾ, ഗുണ്ടകൾ വന്ന് തലതല്ലി പൊട്ടിക്കുന്നത് കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് ജീവൻ രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന അപക്വമതികൾ ഈ നാട്ടിലുണ്ട്. അത് ആ ദൗർഭാഗ്യവശാൽ അത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിപ്പോയി. ഇവിടെ ഇപ്പോൾ രണ്ടാമതൊരു കരിങ്കട് കണ്ടാൽ ഭ്രാന്ത് പിടിച്ചതുപോലെ വന്നിരുന്ന് ആ കുട്ടികളുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് ഇറങ്ങി കടത്തെണ്ണയിലിരിക്കുന്ന മറ്റൊരു അപക്വമതിയെ കാണുന്നു. ഇത് അപക്വമതികൾ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ഞാൻ ആ കാര്യം കാതലായൊരു വ്യത്യാസമുള്ളത് ശ്രീ M. ലിജു, കേരളവുമായി ബന്ധപ്പെട്ട് എന്താണ് കേരളം, എന്തല്ല കേരളം, അത് തെളിയിച്ചിട്ടുള്ളതാണ് ഒരു ജനത എന്ന നിലയിൽ. നാം BJPയെ അകറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് അതിൽ വിജയിച്ചിട്ടുള്ളതും. BJPക്ക് അതിൽ ഒരു പങ്കും അവകാശപ്പെടാനില്ല. അത് ജനമാണ് നിശ്ചയിച്ചിരിക്കുന്നത്, അല്ലേ? അതല്ലാതെ ഇപ്പോൾ ശിവശങ്കറെ അതിപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടണ്ട, ജനമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അക്കൗണ്ട് തുറക്കണ്ട, ഇനി അഥവാ തുറന്നെങ്കിൽ അത് ക്ലോസ് ചെയ്യിക്കണം, ഇതെല്ലാം ജനം നിശ്ചയിച്ചിരിക്കുകയാണ്, പുറത്താണ്. അപ്പോൾ ഇതാണ് ആ കേരളം. ലിജു, അവിടേക്ക് ഒരു കളിക്കളം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അതിനുള്ള ഒരു ആയുധമായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മാറുന്നത്. അവിടെ ആ പൊതു താല്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് വേണ്ടേ നിങ്ങളുടെ പ്രതികരണം? നിങ്ങൾ പ്രതിപക്ഷവും CPM ഭരണപക്ഷവും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ജനാധിപത്യ സംവിധാനത്തിലെ ഇരു ശക്തികൾ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റുമുട്ടിക്കോളൂ. അത് ഈ സംസ്ഥാനത്തിന് ജനാധിപത്യപരമായ മുന്നോട്ട് പോക്കിന് ഗുണകരമാവുകയുള്ളൂ. അങ്ങനെയാണോ ഈ കൂട്ടർ? വേണു, ഞാൻ കൃത്യമായി എനിക്ക് മറുപടി പറയേണ്ട ഒരു വിഷയമാണിത്. നിങ്ങൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ മുന്നേറ്റം, സാമൂഹ്യമായ പുരോഗതി, ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് ഒരു കേരള മോഡൽ. ഈ കേരള മോഡൽ എന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ, ഇതെല്ലാം ആകത്തുകയാണ് കേരളം. ഈ ആകത്തുകയായിരിക്കുന്ന കേരളത്തിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമെന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കാനുള്ള അവകാശമാണ്. ആ പ്രതിഷേധിക്കാനുള്ള അവകാശം കാണുമ്പോൾ ഹാലിളകുന്ന 2 ഭരണാധികാരികളെ, അതൊന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിയായ ഗവർണർ, മറ്റൊന്ന് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തി പിണറായി വിജയൻ, ഈ 2 താരതമ്യങ്ങളും സ്വാഭാവികമായി എൻ്റെ ഭാഗത്തുണ്ടാവും. വേണു, ഇപ്പം ഗവർണർ കാണിക്കുന്നത് ഇരിക്കുന്ന സ്ഥാനത്തെ സംബന്ധിച്ച് കൂടുതൽ എന്ന് പറഞ്ഞാൽ അപക്വതയുടെ കുറച്ച് ഉയർന്ന റേഞ്ചാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതിനകത്ത് ഫെഡറലിസത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു ഗവർണർ ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടേതായ പ്രതികരണത്തിനുണ്ടാകേണ്ട പക്വതയുണ്ട്. എന്ന് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത അപക്വമായ പ്രവൃത്തിയും
കൊടും ക്രൂരകൃത്യങ്ങളും ഫാസിസ്റ്റ് സമീപനവും ഇല്ലാതാകുന്നില്ല. എനിക്കത് തീർച്ചയായും പറഞ്ഞേ മതിയാകൂ വേണു. കാരണം ആ ഞാൻ ഭാഗത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന- ഒരു തരത്തിലും നിരാകരിക്കുന്നില്ല. പക്ഷെ പ്രശ്നം മൂന്നാമതൊരു പ്ലെയർ വരികയും അവരുടെ ഉദ്ദേശം എന്താ എന്നതുമാണ്. ഇപ്പോ മൂന്നാമത്തെ പ്ലെയർക്കെതിരെ- ഇവിടെ ശ്രീ ചിത്തരഞ്ജൻ സൂചിപ്പിക്കുകയുണ്ടായി ആ പാവം സദാശിവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന്. അങ്ങനെയും കരുതാൻ കഴിയില്ല. സദാശിവം വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി അങ്ങയുടെ ഉമ്മൻചാണ്ടിയാണ്, അറിഞ്ഞിട്ട് പോലുമില്ല രാജ്ഭവനിലേക്ക് ആരാണ് വരുന്നത് പുതിയ ഗവർണറായി എന്ന്. അങ്ങനെ ഒരു നിഷേധാത്മക സമീപനമാണ് മോദി സർക്കാർ എടുത്തത്. ആ വിഷയത്തിൽ ഞാൻ അങ്ങയിലേക്ക് വരാം. സെബാസ്റ്റ്യൻ പോൾ സാറിലേക്ക് എനിക്ക് പോകണം. അതിന് തൊട്ടു മുമ്പ് ചിത്തരഞ്ജൻ വേഗം ശിവശങ്കറിനും ലിജുവിനുള്ള മറുപടി. ആദ്യം ശിവശങ്കർ പറഞ്ഞത് മൂക്കിൽ കേറ്റുമോ എന്ന് നമുക്ക് കാണാം. രണ്ടാമതായി വിശാലാർത്ഥത്തിലുള്ള രക്ഷാപ്രവർത്തനമാണിത്. അതിനുള്ള മറുപടി ആദ്യം ശ്രീ ചിത്തരഞ്ജൻ. അല്ല, ശിവശങ്കർ അദ്ദേഹം തന്നെ സംസാരിക്കാൻ പിന്നെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒത്തിരി പാടുപെടുന്ന കാര്യം നമ്മൾ കണ്ടതാണല്ലോ. അദ്ദേഹത്തിന് തന്നെ അറിയാമല്ലോ ഈ സംസ്ഥാനത്തെ നിയമസമാധാനത്തിൻ്റെ ഉത്തരവാദിത്വം CRPF ഏറ്റെടുക്കാൻ പോവുകയാണോ, അത് കേരളത്തിൽ നടക്കുന്നതാണോ? അദ്ദേഹം തന്നെ പറഞ്ഞു 5-6 പേര് വരും, നമുക്കൊരു ബാധ്യത കൂടെ അവരുടെ കൂട്ടത്തിലായെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ചെലവിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാശ് കൂടി നമ്മൾ ചെലവഴിക്കുന്നു. വീണ്ടും നമ്മൾ കണ്ടില്ലേ ആ കോഴിക്കോട് പോയി ആ ഗസ്റ്റ് ഹൗസിനകത്ത് പോയി അദ്ദേഹം അന്ന് യഥാർത്ഥത്തിൽ വേറെ ആരെങ്കിലും പോയി അവിടെ താമസിക്കുമോ? ശ്രീ ചിത്തരഞ്ജൻ, ഇപ്പോ ഇതിന്റെ പരിമിതികളെ പറ്റി ശ്രീ ശിവശങ്കർ തന്നെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ സാങ്കേതികത്വം വിടാം. അതിനുശേഷമുള്ള രാഷ്ട്രീയ ചോദ്യമുണ്ടല്ലോ. കുറെ കൂടി വിശാലമായ രക്ഷാപ്രവർത്തനമാണ്, കുറെ കൂടെ CRPF എല്ലാം കൂടെ പങ്കാളികളായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം വ്യാപൃതനായിരിക്കുന്നതെന്ന് കണ്ടാൽ വന്നോട്ടെ. ആ രക്ഷാപ്രവർത്തനം കേരളത്തിൽ BJP എങ്ങനെയെങ്കിലും ഒന്ന് പച്ചപിടിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള പരിശ്രമമാണ് അദ്ദേഹം അവസാനം നടത്തുന്നത് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ശ്രമിച്ചോട്ടെ, നമുക്കതിനെ കൈകാര്യം ചെയ്യാം. അതിനെല്ലാം ഉള്ള കരുത്തും കെൽപ്പും എല്ലാം ഈ കേരളത്തിലുണ്ട്. എത്രയോ പിന്നെ അതല്ലെന്നേ, അങ്ങനെ ഒരു ആർഗ്യുമെന്റിന് വഴി കൊടുക്കുന്നതാര്, അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കാൻ അവസരം കൊടുക്കുന്നതാര്, ആരുടെ ജനാധിപത്യ വിരുദ്ധമായ സമീപനം, പ്രതിഷേധത്തോടുള്ള ആരുടെ അസഹിഷ്ണുത? എന്ത് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SFI നടത്തുന്ന സമരം, ആ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന സമരം. എന്താ പ്രഖ്യാപനം, എന്താ കാരണം? കോടതി വരെ ഇടപെട്ടിട്ട് എന്താ പറഞ്ഞത്? സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളും അല്ലാതെയുള്ള മേഖലയിൽ നിന്നുള്ളവരെയൊക്കെ എടുത്തിട്ടുള്ളവരുടെ അയോഗ്യതയെ സംബന്ധിച്ച് കോടതി പോലും ചൂണ്ടിക്കാട്ടി. അതിപ്പോ SFI പോയിട്ടല്ല, നാല് വിദ്യാർത്ഥികൾ അവരുടെ മെറിറ്റ് ചൂണ്ടിക്കാട്ടി കോടതിയിൽ പോയിട്ടാണ്. അല്ലല്ല, ഒരു സെക്കൻഡ്. പിന്നെ പ്രഖ്യാപിതമാണ് പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധം എന്ന് യൂത്ത് കോൺഗ്രസ് പറഞ്ഞല്ലോ, KSU പറഞ്ഞല്ലോ, എന്നിട്ടും തലതല്ലി പൊട്ടിച്ചല്ലോ. അല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ ഈ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് നവകേരള സദസ്സ് തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ ആ നിലയിൽ സംഘടിതമായൊരു സമരമോ ഉണ്ടായോ? മറഞ്ഞെവിടെയെങ്കിലും 2 പേർ നിന്ന് 4 പേർ നിന്ന് പെട്ടെന്ന് വരുന്ന വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ആദ്യത്തെ ദിവസക്കാലം അങ്ങനെയല്ലായിരുന്നോ? അതിനുശേഷമാണല്ലോ പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിലേക്ക് വന്നത്. ആ പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിലേക്ക് വന്നിടത്ത് എന്താ സംഭവിച്ചത്? ആരാ ചെന്നത്? ആ പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിലേക്ക് വന്ന സ്ഥലത്തൊന്നും ആരും ചെന്നിട്ടൊന്നുമില്ല. ഇതിനകത്തെ പ്രശ്നം ഒരിടത്ത് രക്ഷാപ്രവർത്തനം എന്ന് പറയുക വഴി കേരളം മുഴുവൻ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അടികൊണ്ടു. ഒരു സെക്കൻഡ്, അടികൊണ്ടു. ഇപ്പൊ മേഘ എന്ന് പറഞ്ഞിട്ടുള്ള ആലപ്പുഴയിൽ അടികൊണ്ട കുട്ടി, ഒരു സെക്കൻഡ്, അത് പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയാണല്ലോ. അപ്പോ നിങ്ങൾ ഈ DYFയുടെ രക്ഷാപ്രവർത്തനം പോലെ അല്ലല്ലോ അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയാണ്. ആ രൂപത്തിലാണോ അടിക്കേണ്ടത്? അവിടുത്തെ ആ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ദേഹം മുഴുവൻ 12ഓളം പാട്, കൈയൊടിയൽ, തിരുവനന്തപുരത്ത് ഒരു വിദ്യാർത്ഥിനിയുടെ മൂക്കിന്റെ പാലമടിച്ച് തകർക്കൽ, ഈ ഉദ്യോഗസ്ഥരെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇതെല്ലാം രക്ഷാപ്രവർത്തനമാണ് എന്നാണ് നിങ്ങളൊക്കെ അന്ന് വന്ന് വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് ലിജുവിന് പൊള്ളുമെന്നേ. തിരുവനന്തപുരത്തൊക്കെ അല്ല, ലിജുവിൻ്റെ പൊള്ളു തരാത്ത എനിക്കൊരു അത്ഭുതമില്ല. കാരണം കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺഗ്രസ് യഥാർത്ഥത്തിൽ BJPയുമായിട്ടുള്ള അവരുടെ നീക്കുപോക്കിനെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ശ്രീ ചിത്തരഞ്ജൻ വളരെ ഭംഗിയായി ലിജു പറഞ്ഞില്ലേ, അധികാരത്തിലിരിക്കുന്നവർ, ഭരണഘടനാപരമായ പദവികളിൽ ഇരിക്കുന്നവർ 2 തരത്തിലുള്ള അപക്വമതികളാണ്. ഒരു സെക്കൻഡ്, 2 തരത്തിലുള്ള അപക്വമതികളാണ്.
ഒരാൾ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് അല്ലല്ല, ഒരാൾ വണ്ടിയിൽ ഇരുന്ന് ഞാൻ ഒരു ഭാഗം മാത്രമേ കണ്ടുള്ളൂ, അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുന്നു. മറ്റൊരാൾ ജ്യൂസ് കടയുടെ വാതുക്കൽ കസേരയിട്ട് വലിച്ചിട്ട് ഇരുന്നിട്ട് പറയുന്നു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ നേരിടേണ്ടി വരുന്നില്ല സാഹചര്യം, എനിക്ക് നേരിടേണ്ടി വരുന്നു, ഇത് മുഖ്യമന്ത്രി തന്നെ ഇറങ്ങി കളിക്കുന്നത് കൊണ്ടാണ്. രണ്ട് അപക്വമതികളുടെ രണ്ട് സമീപനം. വേണു ഞാനത് പറയാനൊരു സമയം തരൂ. ഞാൻ ലിജു പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വേണു ഇപ്പോൾ വിശദീകരിച്ച് പറഞ്ഞത് അതും ഞാൻ കേട്ടു. ഞാൻ പറയാൻ ഇനി എനിക്കൊരു സമയം തരൂ. ഇവിടെ ലിജു മനസ്സിലാക്കേണ്ടതായാലും വേണുവായാലും പക്ഷേ ആരായാലും ശരി, ഇവിടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഗവർണർക്ക് സുരക്ഷ കൊടുക്കുന്നതിനോ സുരക്ഷ ഒരുക്കുന്നതിനോ അല്ലെങ്കിൽ കരിങ്കൊടി കാണിച്ച പ്രവർത്തകർക്ക് നേരെ കേസെടുക്കുന്നതിനോ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ കഴിയുമോ? ഇന്ന് തന്നത്തെ ദൃശ്യം നിങ്ങൾ എടുക്കൂ. നമ്മൾ ഇന്നത്തെ ചർച്ച കണക്കെയാണല്ലോ. എവിടെയെങ്കിലും വിദ്യാർത്ഥികൾ ഈ പറഞ്ഞിട്ടുള്ള ഗവർണറുമായിട്ട് എത്ര മീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്? അദ്ദേഹം അവസാനം നിലനിൽക്കാത്തൊരു വാദം പറഞ്ഞു ആരോ കുടി കമ്പെടുത്തെറിഞ്ഞെന്ന്. എവിടെ കൊണ്ടെന്നാണ്, എവിടെ പോയി വീണെന്നാണ്? ഒന്നുമില്ലല്ലോ. ആ വിദ്യാർത്ഥികൾ നിങ്ങളുടെ എല്ലാം തന്നെ ക്ലിപ്പിംഗ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്രയോ സമാധാനപരമായി നിന്ന് മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഈ ആക്രോശമൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇവിടെ പോലീസിന് നേരെ ആക്രമണം സമരക്കാർ നടത്തിയിട്ടില്ല, ഗവർണർക്കെതിരെ ആക്രമണം നടത്തിയിട്ടില്ല. അവർ ജനാധിപത്യപരമായി മുദ്രാവാക്യം വിളിച്ചത് മാത്രമേ ഉള്ളൂ. അതിന് ഇദ്ദേഹം എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതെന്ത് സംഭവിച്ചാലും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ കിട്ടുന്ന അവസരം അത് ആരിഫ് മുഹമ്മദ് ഖാനല്ല, സാക്ഷാൽ അമിത്ഷാ നാളെ ഇവിടെ വന്നിട്ട് ഇടപെട്ടിട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഇപ്പം ഞാൻ റെഡിയാക്കി കളയുമെന്ന് പറഞ്ഞാലും അവർക്കത് ശരിയാണെന്നുള്ള ന്യായമായിരിക്കും ഉണ്ടാകാൻ പോണത്. അവർ കേരളം വിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും ഈ ഗവർണർമാർ ഉപയോഗിക്കുന്നതിനെയും കേന്ദ്ര ഏജൻസി ഉപയോഗിക്കുന്നതിനെയും എതിർക്കും. അത് അവരുടെ ഒരു സ്വഭാവമായി നമ്മൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആ കോൺഗ്രസ് ഇവിടെ BJPയും കോൺഗ്രസും അത് പരസ്പരം പുണർന്നുകൊണ്ട് നിൽക്കുന്ന കാഴ്ച എത്രയോ ദിവസക്കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരിഫ് ഇതിനേക്കാൾ തോന്നിയവാസം കാണിച്ചാലും, ഇതിനേക്കാൾ അദ്ദേഹം ജനാധിപത്യ വിരുദ്ധമായി ഇടപെട്ടാലും, കേന്ദ്ര സർക്കാർ ഇതിനേക്കാൾ മോശമായി ഇടപെട്ടാലും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനെയെല്ലാം ന്യായീകരിക്കാനുള്ള മാർഗം എന്താണ് എന്നതിനെ സംബന്ധിച്ചല്ലാതെ അവർക്ക് മറ്റൊരു ചിന്തയുമില്ല. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ശരി ശ്രീ ചിത്രഞ്ജന, ഞാൻ അങ്ങേലേക്ക് വരാം. ഞാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ബോളിലേക്ക് പോകുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ, ഇന്നത്തെ ഈ ദൃശ്യങ്ങളൊക്കെ അങ്ങ് കണ്ടല്ലോ. ഈ മാന്യദേഹത്തിന്റെ ഈ പ്രകൃതത്തെ അങ്ങ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ല, ഇന്ന് നമ്മൾ കണ്ടത് ഗവർണർ എന്ന ഒരു സമുന്നത പദവിയുടെ വില പൂർണ്ണമായും ഇടിക്കുന്ന പ്രവൃത്തികളിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഏർപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെതായ ഒരു തരത്തിലുള്ളൊരു റോഡ് ഷോ എന്ന് വേണമെങ്കിലും പറയാം. അദ്ദേഹം കുറച്ചു കാലമായി ഈ റോഡ് ഷോകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് മിഠായിത്തെരുവിൽ നമ്മളത് കണ്ടു, ഇന്നും നമ്മളത് കണ്ടു. ഇവിടെ താരതമ്യത്തിലൂടെ നമുക്ക് ആ കൃത്യത്തിൻ്റെ ഗൗരവവും കുറച്ച് കാണിക്കുന്നത് ശരിയല്ല. താരതമ്യത്തിലൂടെ നമുക്ക് വളരെ ന്യായീകരിക്കാൻ കഴിയും, വിമർശിക്കാനും കഴിയും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഗവർണർ എന്നത് സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം സമ്പൂർണ്ണമായും നിക്ഷിപ്തമാക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ് കേരളത്തിലെ ഭരണം നടക്കുന്നത്, സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി കേവലം ഒരു FIRന് വേണ്ടി റോഡരികിൽ കസേര വലിച്ചിട്ട് കുത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അപഹാസ്യതയുണ്ട്. നമ്മുടെ ഏത് ചാനൽ റിപ്പോർട്ടർക്കും നിമിഷനേരം കൊണ്ട് കിട്ടുന്ന ഒരു രേഖയാണ് FIR എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ദിവസവും വാർത്തകളിൽ അത് കേൾക്കുന്നുമുണ്ട്. അപ്പോൾ ഗവർണറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മിനിമം ഡിമാൻഡായിരുന്നു FIRൻ്റെ കോപ്പി കാണണം എന്നുള്ളത്. ഈ രീതിയിൽ ഗവർണർ എന്ന പദവിയുടെ അന്തസ്സ്, മാന്യത, സർവോപരി ഭരണഘടനാപരമായ മൂല്യം അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള കളിയാണ് ഈ റോഡ് ഷോയിലൂടെ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത്. അതിനുള്ള ഒരു സാഹചര്യവും അവിടെ കണ്ടില്ല. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണി, ഏതെങ്കിലും രീതിയിലുള്ള അക്രമത്തിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒന്നും നമ്മളവിടെ കണ്ടില്ല. അപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിയാത്ത ഒരു വ്യക്തി, അദ്ദേഹം ആ കടത്തിൻ്റെ കടയ്ക്ക് മുന്നിൽ കസേരയിലിരുന്ന് പ്രധാനമന്ത്രിയെ വിളിക്കൂ, ആഭ്യന്തരമന്ത്രിയെ വിളിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അത് അത്ര പരിഹാസ്യമായ അവസ്ഥയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയെയും അദ്ദേഹം വിളിക്കേണ്ടത് രാജ്ഭവനിൽ. വിളി കേട്ടു അവർ, അത് കേട്ടു. അത് അപ്പോൾ അത്
വിളി കേട്ടു, ഇപ്പോൾ കേന്ദ്ര പോലീസിനെ വിന്യസിക്കുന്നു എന്ന് പറയുന്നു. അതെല്ലാം നമ്മുടെ മുന്നിൽ കാണുമ്പോൾ ഈ ഉന്നതമായ പദവികൾ വഹിക്കുന്നവർ എത്ര ആ പദവികളെ നിസ്സാരവൽക്കരിക്കുന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഈ രാജ്ഭവന്റെ PRO ഇത് ട്വീറ്റ് ചെയ്യുന്നത് 2:25 ഈ സംഭവം നടക്കുന്നത് 10:00 മറ്റോ ആണ്. അപ്പോൾ എത്ര ചടുലമായിട്ടാണ് ഈ തീരുമാനങ്ങളിലേക്കൊക്കെ കേന്ദ്രം എത്തിയത് എന്ന് കാണണം. അതും ഒരു ജ്യൂസ് കടയ്ക്ക് മുന്നിൽ നിന്നുള്ള വിളിയിൽ. തീർച്ചയായും അല്ല, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സെമിനാറിൽ ഫെഡറലിസത്തിൻ്റെ ഭാവിയെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷമാണ്. നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനമാണ്. ഈ ഫെഡറൽ സംവിധാനത്തിൽ ലോ ആൻഡ് ഓർഡർ എന്നത് സംസ്ഥാനങ്ങളുടെ ചുമതലയും അധികാരവുമാണ്. അവിടേക്ക് ഒരു കേന്ദ്ര പോലീസിനെ അയക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആശയവിനിമയം നടക്കണ്ടേ? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കേരളവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒന്നും അതിനുള്ള സമയം പോലും അവിടെ എടുത്തിട്ടില്ല. അതിന് മുൻപ് എവിടെയോ ഒരു റോഡ് വക്കിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു ടെലിഫോൺ കോൾ കിട്ടുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ സംവിധാനങ്ങളെയും എത്രമാത്രം നിസ്സാരവൽക്കരിക്കുക മാത്രമല്ല പരിഹാസ്യമാക്കുന്ന അവസ്ഥ കൂടി ഉണ്ടായിരിക്കുന്നു. അത്തരം ഗൗരവമുള്ളൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മുൻകാലങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് താരതമ്യപ്പെടുത്തി അതിനെയൊക്കെ നിസ്സാരവൽക്കരിക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയോ ചെയ്യാനല്ല ശ്രമിക്കേണ്ടത് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. അല്ല ഡോക്ടർ സബാസ് പോൾ, അങ്ങനെ പറയാൻ എങ്ങനെയാണ് കഴിയുക? കാരണം ഈ ജനാധിപത്യ കേരളത്തിൽ പ്രതിഷേധത്തിൻ്റെ അളവ് നിശ്ചയിക്കാൻ ഒരു ഭരണാധികാരിക്ക് കഴിയുമെങ്കിൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന വ്യക്തി അതിനേക്കാൾ ഉയർന്ന കേന്ദ്ര ഭരണ സംവിധാനത്തിൽ ഇടപെട്ട് അതേ കാര്യങ്ങൾ നിർവഹിക്കാൻ നോക്കുന്നു. ഇങ്ങനെ വ്യക്തി താല്പര്യത്തിലേക്ക് അധികാരത്തെ ദുഷിപ്പിക്കുന്ന പ്രവണത ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങുന്നു, അതൊരു വ്യാധി പോലെ പകരുന്നുവെങ്കിൽ ഒന്നിൽ നിന്ന് ഒന്ന് അകന്നല്ല നിൽക്കുന്നത്, ബന്ധപ്പെട്ട് നിൽക്കുന്നു. പിണറായിയിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാനിലേക്ക് പ്രതിഷേധത്തെ സമീപിക്കുന്നതിലെ ദൂരം കുറയുന്നു എന്നുകൂടിയില്ലേ അതിൽ? അല്ല, പ്രതിഷേധിക്കുന്നതിനുള്ള ഇടം നിഷേധിക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുന്നത് അത് ആരായാലും, അത് പിണറായി വിജയനായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും അതിനോട് യോജിക്കാൻ കഴിയാത്ത ആളാണ് ഞാൻ. കാരണം പ്രതിഷേധിക്കുന്നതിനുള്ള ഇടം എപ്പോഴും ഇപ്പൊ നമുക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് വെക്കുന്ന ഒരു യുക്തി, ആ മാന്യദേഹം ചെയ്ത വിക്രിയകളൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു യുക്തി എന്ന നിലയിൽ അത് പറഞ്ഞ ആളെ തന്നെ അങ്ങ് മാറ്റിവെക്കൂ. ഒരു യുക്തി എന്ന നിലയിൽ അത് എടുക്കുകയാണെങ്കിൽ ലിജു പറയുന്നതും ശരിയാണ്. കാരണം ഇപ്പോൾ ഈ ഗുജറാത്ത് കലാപം 2002 പോലീസ് അനങ്ങിയില്ല എന്ന ആക്ഷേപമുണ്ടല്ലോ. അതിൻ്റെ കാരണഭൂതനായി നാം ചൂണ്ടിക്കാട്ടുന്നത് ആരെയാണ്? അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന മോദിയെ തന്നെയാണല്ലോ. അപ്പോൾ ഒരു ക്രമസമാധാന സംവിധാനം ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതൊരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലേ? അതാണല്ലോ ഗുജറാത്ത് യുക്തി. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുകയാണ്, മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ പോലീസിൻ്റെ പ്രവർത്തന രീതി ഒരു വിധത്തിൽ, പ്രതിഷേധത്തിൻ്റെ സ്വഭാവം ഒന്ന്, പ്രതിഷേധത്തെ നേരിടുന്ന വിധം ഒന്ന്, ഞാൻ കടന്നു പോകുമ്പോൾ നേരെ ഘടകവിരുദ്ധമായ രീതി. അപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. കേരള പോലീസ് മികച്ച ഒരു സേനയാണ് താനും. ഈ താരതമ്യം ആരിഫ് മുഹമ്മദ് ഖാന് തളികയിൽ വെച്ചു കൊടുത്തത് ആരാണ്? അല്ല, അതല്ല അതിൻ്റെ വിഷയം എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ ക്രമസമാധാന നില തകരാറിലായിരിക്കുന്നു. ഗവർണർക്ക് പോലും പുറത്തിറങ്ങി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ വഷളായിരിക്കുന്നു എന്ന പരാതി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർക്കുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായും അത് കേന്ദ്രത്തെ അറിയിക്കണം. അത് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ്. പക്ഷെ അത് ഈ രീതിയിലാണോ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക, അതിനെ സ്വയം ക്രിയേറ്റ് ചെയ്ത ആ സിറ്റുവേഷനെ അടിസ്ഥാനമാക്കി അദ്ദേഹം ടെലിഫോണിൽ വിളിച്ചു പറയുക, അതിനെ തുടർന്ന് സത്വരമായ നടപടി ഉണ്ടാകുക, അങ്ങനെയല്ല കാര്യങ്ങൾ പോകേണ്ടത്. രാജ്ഭവനിൽ നിന്ന് ഗവർണർ രാഷ്ട്രപതിയെ എന്ന് വെച്ചാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിക്കുകയും 356 തുടങ്ങിയ വകുപ്പുകളൊക്കെ ഉണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ ഒരു 356 കുറിച്ചുകൂടി അദ്ദേഹം ആലോചിക്കേണ്ടതായിരുന്നു. ശരി, ഞാൻ ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളെ ശ്രീ PR ശിവശങ്കർ, ഇവിടെ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ CRPFൻ്റെ സുരക്ഷയിലൂടെ കേരളത്തിൽ ജീവഭയമില്ലാതെ ജീവിക്കുന്ന ആളുകൾ ആരൊക്കെ, ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അങ്ങ് തുടക്കത്തിൽ കേട്ടതാണ്, എന്നാലും ഞാൻ ഒന്ന് ആവർത്തിക്കുകയാണ്. കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ, ആലുവയിലെ സുജിത്ത്, ആലങ്ങാട്ടെ സുധി, ആലുവയിലെ രാമചന്ദ്രൻ, കൊടുങ്ങല്ലൂരിലെ സജീവൻ, പിന്നെ രാജ്ഭവനിലെ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇതാണ് ആ പട്ടിക. ഇതിനപ്പുറം തൊലി പൊള്ളുന്ന രൂപത്തിലുള്ളൊരു പ്രതികരണം
ആരിഫ് മുഹമ്മദ് ഖാന് കിട്ടാനുണ്ടോ കേരളത്തിൽ? ഞാൻ ആ കാര്യം പറയട്ടെ വേണു. അതിനു മുമ്പ് എനിക്ക് 4 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, കേരളത്തിൻ്റെ അസംബ്ലിയിൽ മാത്രം BJPയെ മാറ്റി നിർത്തിയത് കൊണ്ട് കേരളത്തിൻ്റെ എന്തെങ്കിലും അഭിമാനം കൂടുമെന്നോ കേരളത്തിൻ്റേതായ എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരേത് ലോകത്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ അവർ മറ്റു രീതിയിൽ പറയുന്നത് കേരളത്തിലെ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും BJPയെ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് ഭരിക്കാൻ അനുവദിച്ച ആളുകളുടെ ജനാധിപത്യ ബോധത്തിൻ്റെ കുറവിനെക്കുറിച്ച് കൂടിയാണ്. അപ്പോൾ കേരളത്തിൽ ഒരു വിഭാഗം ചില തിരഞ്ഞെടുപ്പുകളിൽ ഒരു ജനാധിപത്യ ബോധം കാണിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തുകളിൽ പക്ഷേ പൊതുവിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ പക്ഷേ പൊതുവിൽ നാം വിലയിരുത്തലുന്ന ഒരു രീതി ഉണ്ടല്ലോ ശ്രീ PR ശിവശങ്കർ, അതൊക്കെ ആ നാട്ടുകാര് വ്യക്തിബന്ധം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അങ്ങനെയല്ലല്ലോ, അതല്ലല്ലോ. അത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ പറയുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ജനാധിപത്യ ബോധമില്ല എന്നും അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ജനാധിപത്യ ബോധം വരുമെന്നും പിന്നെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് അത് ലോക്സഭയിലേക്ക് കൂടുമ്പോൾ ഒരല്പം വ്യത്യാസം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് വരുന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്. അത് ശരിയാവാൻ തെറ്റാവാം, പക്ഷേ അതൊരു ജനകീയമായ ഒരു രീതിയല്ല, ഒരു നല്ല രീതിയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കൾക്ക് അത് റിപ്പീറ്റ് ചെയ്യാം, ഒരു സംശയമില്ല, കാരണം താങ്കൾ നിരന്തരം ആ ഒരു പ്രൊസീജിയറിലാണ് പോകുന്നത്. പിന്നെ അങ്ങനെയാണെങ്കിൽ ബംഗാളിലും ത്രിപുരയിലൊക്കെ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം കാണിച്ചപ്പോൾ അവിടെയും ഈ ജനാധിപത്യ ബോധത്തിൻ്റെ എന്ത് കുറവും അല്ലെങ്കിൽ കൂടുതലുമാണ് ഉണ്ടായിരുന്നത്? അപ്പോൾ അവിടെ ആ പാർട്ടിക്ക് അതിൻ്റെ കുറവുണ്ടായിരുന്നോ? ബംഗാളാണിത് എന്ന് പറയേണ്ടി വരുമോ? നിങ്ങൾ നിശ്ചയിച്ചാൽ മതി. 2, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ CRPFൻ്റെ പ്രശ്നം, CRPFൻ്റെ പ്രശ്നം താങ്കൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ ചൂണ്ടിക്കാണിക്കായിരിക്കുന്നു. ഈ കണക്കുകൾ വായിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അടുത്ത് പലതവണ വിളിച്ചിരുത്തിയ ഒരു പ്രധാനപ്പെട്ട ആൾക്കും CRPF സുരക്ഷയാണെന്ന് പറയാൻ മറന്നുപോയി. അദ്ദേഹവും CRPFൻ്റെ സുരക്ഷയിലാണ് ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നത്. അദ്ദേഹം പലകൂടി ക്ഷണിച്ചിരുത്തിയ ആൾ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, അത് വേണുവിനും മുഖ്യമന്ത്രിക്കും കേൾക്കുമെങ്കിൽ മനസ്സിലാവും. എനിക്ക് മനസ്സിലായില്ല. അവരെല്ലാം അവർക്കൊക്കെ എന്തുകൊണ്ട് CRPFൻ്റെ സുരക്ഷ? ഒരു ക്ലൂവും വേണ്ട, നല്ല ബുദ്ധിയിലൊന്നും ആലോചിച്ചാൽ മതി, അപ്പോൾ കിട്ടും. അപ്പോൾ 1. 2, സംസ്ഥാന പോലീസിൻ്റെ സെക്യൂരിറ്റി കിട്ടുന്ന ആരാ? പാൽരാജിനും കിട്ടുന്നുണ്ടല്ലോ. അവിടെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന പാൽരാജിനും പോലീസ് സുരക്ഷ കിട്ടുന്നുണ്ട്, മുഖ്യമന്ത്രിക്കും സുരക്ഷ കിട്ടുന്നുണ്ട്. അപ്പോൾ അതേ സുരക്ഷ കിട്ടുന്നതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ തൊലി ഉരിഞ്ഞു പോകുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം ഒരു മുഖ്യമന്ത്രിയെ പുകഴ്ത്തുവാനായിട്ട്, ഇപ്പോൾ സെബാസ്റ്റ്യൻ പോൾ സ്വതന്ത്ര ചിന്തകനാണ്, അദ്ദേഹത്തിന് സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുണ്ട്. പക്ഷേ സ്വതന്ത്രമായി അദ്ദേഹം പിണറായി വിജയനെ എതിരെ ഒന്നും പറയില്ല എന്നുള്ളത് പോലെ തന്നെ താങ്കൾക്കും അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഞാൻ അതിനും പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു, കാരണം ഞാൻ അതിൽ കൊള്ളൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. 3ാമത്തെ പ്രശ്നം ഞാൻ അതിനേക്കാൾ കൂടുതലായിട്ട് കാണുന്നത്, ഒരു മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ഗവർണറുടെ ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ആരോഗ്യമുണ്ട്, പക്ഷേ മാനസികമായ ആരോഗ്യമൊന്നും പറയാതെ പറയുന്നു, സ്വയം പുഞ്ചിരിക്കുന്നു, ചിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു. ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കാണാൻ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമുണ്ട്, അങ്ങനെയെങ്കിൽ അദ്ദേഹം ചിരിക്കട്ടെ. പക്ഷേ ഒരു ഗവർണറുടെ മാനസിക ആരോഗ്യ നിലയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണെങ്കിൽ തിരിച്ചും അങ്ങനെ തുടങ്ങിയാൽ ഇദ്ദേഹത്തിൻ്റെ ശാരീരികമായ ആരോഗ്യ പ്രശ്നവും ഇദ്ദേഹത്തിൻ്റെ പല സ്ഥലത്തുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചർച്ചയും ഈ കേരളത്തിൻ്റെ ഒരു മൂല്യച്യുതിയും അല്ലെങ്കിൽ നമ്മളുടെ ചർച്ചയും അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ നടക്കുന്ന മറ്റ് മേഖലയിൽ നടക്കുന്ന ചർച്ചകളൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? ഇതൊരു മുഖ്യമന്ത്രി എന്ന് യോജിച്ചെന്നാണോ? എനിക്ക് വളരെ വ്യക്തിപരമായി വേണുവിനോട് ചോദിക്കാൻ ആഗ്രഹം, ഇത് ഒരു മുഖ്യമന്ത്രി എന്ന് വേണു പ്രതീക്ഷിക്കുന്നതാണോ? ഉറപ്പായിട്ട് ഈ ചർച്ചയിൽ ഒരുപക്ഷെ താങ്കൾ പറഞ്ഞേക്കാം അങ്ങനെയല്ല എന്നൊക്കെ, പക്ഷേ ഉള്ളിൽ വേണു എന്ന വ്യക്തി പറയും അത് തെറ്റായി പോയെന്ന്. ഒരു വ്യക്തിയുടെ മാനസിക നില പരിശോധിക്കാൻ പറ്റിയ ഒരു അതിൻ്റെ ശാസ്ത്രീയമായ പഠനവും അദ്ദേഹം നടത്തിയിട്ടില്ല, മറ്റു രീതിയിൽ അത് ശരിയുമല്ല. അപ്പോൾ ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിയൊക്കെ അധപ്പതിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെയെല്ലാം ഇത്ര വളരെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 4ാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ FIR ഇടുന്നു എന്നുള്ളതൊക്കെ 10:30 നടന്നാണ്, 2:30 ആണ് ഈ കാര്യം വരുന്നത്. ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണ തലവൻ്റെ മേൽ ഇങ്ങനെ ഒരു അപകടം നടന്നാൽ ആ നടപടി എടുത്തില്ലെങ്കിൽ അതല്ലേ പ്രശ്നമാക്കേണ്ടത്? ജ്യൂസ് കടയിൻ്റെ മുന്നിൽ നിന്ന് പോലും വിളിച്ചു കഴിഞ്ഞാൽ നീതി ലഭിക്കുന്ന ഒരു രാജ്യമായി മാറുമ്പോൾ അതിനെയല്ലേ ശ്രീ സെബാസ്റ്റ്യൻ പോൾ താങ്കൾ അംഗീകരിക്കേണ്ടത്? അല്ലാണ്ട് രാജ്ഭവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ഗവർണർ ഇരിക്കുന്നത് അതാണ് രാജ്ഭവൻ. ഇനി എവിടെ ജ്യൂസ് കടയുടെ മുമ്പിൽ കസേര വലിച്ചിട്ടാലും അവിടെ നിന്ന് പോലും വിളിച്ചാലും നീതി ലഭിക്കുമെങ്കിൽ അതല്ലേ നല്ലത്? സാധാരണക്കാരനും ഗവർണർക്കും ഒരേ നീതി ലഭിക്കട്ടെ അത്തരത്തിലുള്ളത് എന്നുള്ളത് 4ാമത്തെ പ്രശ്നം. അപ്പോൾ CRPF
എഫ് വന്നതുകൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ നേട്ടമുണ്ടായി? ഇവിടെ PFI ഇവിടെ സംസ്ഥാനത്തെ പോലീസുകാരെ മുഴുവൻ വിറപ്പിച്ചപ്പോൾ CRPF വന്നുകാരാണ് EDയുടെ വേണ്ടിയിട്ട് അവിടെയും അറസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ ഇവിടെ കൈവെട്ട് കേസുകളെ പ്രതിയെ ശരി, ശ്രീ PP ചിത്തരഞ്ജൻ 4 കാര്യങ്ങൾ ശിവശങ്കർ പറഞ്ഞു. അതിനുള്ള മറുപടി. അല്ല, ഒന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. അത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വിക്രിയകൾ കണ്ടാൽ ഒരു ഗവർണർ പദവിയിൽ ഇരുന്നിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള ഭരണഘടനാ ചുമതലകൾ നിർവഹിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതല്ലല്ലോ. അദ്ദേഹം ആ മിഠായി തെരുവിൽ തന്നെ അലഞ്ഞിരിഞ്ഞ് അന്ന് നടന്നപ്പോൾ തന്നെ നിങ്ങളൊക്കെ തന്നെ നമ്മൾ നോക്കട്ടെ യഥാർത്ഥത്തിൽ അല്ലല്ല ഇതൊക്കെ അങ്ങ് പറഞ്ഞാണ്. ഇനി നേരിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി നമുക്ക് സമയം കുറവാണല്ലോ. ഇപ്പോൾ ശിവശങ്കർ പറയുകയുണ്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ BJP സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്, മോദി വന്നിട്ട് പറഞ്ഞത് എന്താണ്? ബൂത്തുകൾ പിടിക്കൂ. എറണാകുളത്ത് വന്നിട്ട് പറഞ്ഞാണ് ബൂത്ത് തലം മുതൽ നമുക്ക് ശക്തിപ്പെടാം, അങ്ങനെ കേരളം പിടിക്കാമെന്ന്. അപ്പോൾ അവർക്കൊരു വലിയ പദ്ധതിയാണ്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളായി അവർ മുന്നോട്ട് പോകുന്നു. അല്ല, അതാണല്ലോ വേണു. ഞാൻ ഇതിനകത്ത് BJP എന്ന് പറയുന്ന പാർട്ടിയെ ഒരിക്കലും ചെറുതായി കാണുന്നതല്ല. ഇന്ത്യ ഭരിക്കുന്ന ദേശീയ പാർട്ടിയാണ്. പക്ഷേ ആ ദേശീയ പാർട്ടിയും ശിവശങ്കറിന് അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി ചേർന്നല്ല അദ്ദേഹം ഇപ്പോൾ ഇത് സംസാരിച്ച. കാരണം എന്താ, കേരളത്തിലെ BJP എന്താണെന്നും അതിൻ്റെ അവസ്ഥ എന്താണെന്നും നന്നായി അറിയുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം ഇന്ത്യ രാജ്യത്ത് മറ്റെല്ലാ സ്റ്റേറ്റിലും BJP എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ ശക്തി തെളിയിച്ച് വളർന്ന് ഇങ്ങനെയൊക്കെ എത്തി നിൽക്കുമ്പോഴും കേരളത്തിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണല്ലോ, കേരളത്തിൻ്റെ സവിശേഷത അതാണല്ലോ. ആ സവിശേഷതയാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. കാരണം BJPയുടെ ആ ആശയം അല്ലെങ്കിൽ BJP മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം, ആ മുദ്രാവാക്യം കേരളത്തിൻ്റെ മണ്ണിൽ ക്ലച്ച് പിടിക്കുന്നതല്ല. കാരണം കേരളത്തിനൊരു പ്രത്യേകമായ സാമൂഹിക വീക്ഷണമുള്ളൊരു ജനതയാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ പണ്ട് ജനസംഘമായിരുന്ന കാലഘട്ടം മുതൽ കുറച്ച് ആൾക്കാരില്ലേ BJP എന്ന് പറയുന്ന പാർട്ടി. അത് പിന്നീടല്ലേ BJP ആയി വരുന്നു. BJP ആയതിനു ശേഷം ഒരു തവണ നിയമസഭയിലേക്ക് പോകുന്നു, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് പിടിക്കുന്നു. അതെല്ലാം BJPക്ക് കേരളത്തിൽ വോട്ടില്ല എന്ന് പറയാൻ അത്ര മടയനാണോ ഞാൻ? 10% മുകളിൽ വോട്ട് കിട്ടുന്ന. ശരി, രണ്ടാമത്തെ കാര്യം ഈ RSS പട്ടികയിൽ ആ കൂടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാനും പോയി എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു സെക്കൻഡ് അതിനുള്ള ശിവശങ്കറിന്റെ മറുപടി കേട്ടിരുന്നല്ലോ. പാൽരാജും മുഖ്യമന്ത്രിയും ഒരുപോലെ പോലീസ് സുരക്ഷയിൽ പോകുന്നു. അതൊക്കെ അദ്ദേഹത്തെ പോലെ ഒരാൾ അങ്ങനെയൊക്കെ ഒരു വർത്തമാനം പറയുന്നത് ശരിയാണെന്ന് അദ്ദേഹം തന്നെ ആലോചിച്ചാൽ മതി. പോലീസ് സംരക്ഷണം ഒത്തിരി ആൾക്കാർക്കുണ്ടല്ലോ. അങ്ങനെയുള്ളവരെ എല്ലാവരും ഇങ്ങനെ ഈ പട്ടികയിലാണോ പറയേണ്ടത്? അത് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ചേർന്നതാണോ എന്ന് അദ്ദേഹം തന്നെ ആലോചിക്കുക എന്നുള്ളതല്ലാതെ. മൂന്നാമത്തെ കാര്യം ജ്യൂസ് കടയ്ക്ക് മുന്നിൽ നിന്ന് വിളിച്ചാലും നീതി നടപ്പാകും. അല്ല, ഒരു സെക്കൻഡ്, ജ്യൂസ് കടയ്ക്ക് മുന്നിൽ നിന്ന് വിളിച്ചാലും മണിക്കൂറുകൾക്കകം നീതി നടപ്പാകുന്നു. അതെ, അതാണ് അത് ആർക്ക് നടപ്പിലാകും? ആരിഫ് മുഹമ്മദ് ഖാൻ നടപ്പിലാകും. കാരണം എന്തുകൊണ്ടാ? ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രത്തിലെ തന്റെ യജമാനന്മാരെ സംതൃപ്തരാക്കാൻ വേണ്ടി തൃപ്തരാക്കാൻ ശിവശങ്കർ അതിന് മറുപടി ആരിഫ് മുഹമ്മദ് ഖാൻ കിട്ടും, മണിപ്പൂരിന് കിട്ടില്ല. ഒരു സെക്കൻഡ്, ശ്രീ ശിവശങ്കർ തിരിച്ച് കേരളത്തിൽ വേണു വിളിച്ചാൽ ഞാൻ വിളിച്ചാൽ CRPF എന്നാൽ അപ്പം പറയും ഇത് ഭരണഘടന ലംഘനമാണ്, ഇത് ഇവിടുത്തെ ഫാസിസമാണ്, ഭരണഘടന ലംഘനമാണ്, ഇവിടുത്തെ ഫെഡറലിസം തകർത്തു. എന്റെ സാറേ, മണിപ്പൂരുള്ള കേസുകൾ മുഴുവൻ എടുത്ത് ആസാമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് സുപ്രീം കോടതി ഇടപെട്ടിട്ട്. അവിടെ നീതിയുമില്ല, കോടതിയുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ജ്യൂസ് കടയില്ലാത്തത് കൊണ്ടാണോ? അല്ല, ഗവർണറുടെ കേരളത്തിന്റെ കാര്യമല്ല ചർച്ച ചെയ്ത്. ഇനി മണിപ്പൂർക്ക് താങ്കൾ നേരത്തെ ബംഗാളിന്റെ കാര്യം പറഞ്ഞല്ലോ. കേരളത്തിലൊരു തദ്ദേശ സ്ഥാപനം മുതൽ ബംഗാൾ വരെ ഒറ്റടിക്കങ്ങ് സഞ്ചരിച്ചില്ലേ? അതെ, അത് രാഷ്ട്രീയമല്ലേ. ഇത് ഇവിടെ അത്തരത്തിലുള്ള പ്രശ്നമില്ലല്ലോ. മണിപ്പൂർ രാഷ്ട്രീയമില്ല. ഞാൻ ആ ചർച്ച ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നു. ശരി, ശ്രീ ലിജു, ഇവിടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും ശ്രീ ചിത്തരഞ്ജനും താങ്കൾ ഉന്നയിച്ച താരതമ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ പ്രതികരണം. എനിക്ക് ഒട്ടും കൺവിൻസിംഗ് ആയ ഒരു മറുപടിയല്ല വേണു ഇവർ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു സെബാസ്റ്റ്യൻ പോൾ സാർ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വതന്ത്ര നിലപാട് കുറെ കൂടി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായ പ്രതിഷേധത്തോടും ഗുണ്ടായിസം കാണിക്കുന്നത് ആരാണെങ്കിലും അംഗീകരിക്കാൻ സാധിക്കില്ല. ആ ഒരു പ്രസിഡന്റ് ഇവിടെ തുടങ്ങിയത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ഇപ്പം 2 തരം ഗുണ്ടകളുണ്ട്. നേരിട്ട് പോയി അടിക്കുന്ന ഗുണ്ടയുണ്ട്,
ചെയ്യിപ്പിക്കുന്ന പിൻസീറ്റിൽ ഇരുന്നിട്ട് ഗുണ്ടകളെ കൊണ്ട് കൂടുതലുള്ള കൊട്ടേഷൻകാരെ കൊണ്ട് തല്ലിക്കുന്ന ഗുണ്ടകളുമുണ്ട്. നമ്മൾ ആ 2 ടൈപ്പ് ഗുണ്ടകളെയും കണ്ടുകൊണ്ടിരിക്കുക. ഒരു ടൈപ്പുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ തല്ലുന്ന ഗുണ്ടകളെ കണ്ട് ചിരിച്ച് എന്താണ് അല്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? 2 ടൈപ്പ് ആളുകളെ നമ്മൾ ലിജു ചിത്രരഞ്ജൻ ചോദിച്ചത് കെ സുധാകരൻ ഉദ്ദേശിച്ചാണോ എന്നാണ്. അല്ല, കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതക കേസായ വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിൽ മഴവിട്ട് വെട്ടിക്കൊന്ന ഒരു ഗുണ്ടയെയാണ് എനിക്കറിയാവുന്നത്. ചിത്രരഞ്ജൻ ആരെങ്കിലും ഉദ്ദേശിച്ചാണോ എന്നുള്ളതാണ് എനിക്ക് സംശയം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം മാൻഡ്രൈക്ക് എന്ന് ചിത്രരഞ്ജൻ പറഞ്ഞപ്പോ ഞാനാണ് ഈ സത്യത്തിൽ സംശയം. അല്ല, ഞാൻ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് പറയാം. ഇപ്പൊ 2 തരം ഗുണ്ടായസ് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായ ശ്രീ ശിവശങ്കർ എന്താണ് മറുപടിയിലൂടെ ഉദ്ദേശിച്ചതെന്ന് അങ്ങേക്ക് അറിയാം. അതുപോട്ടെ, എന്തായാലും ബിജു പറയട്ടെ. കാര്യം കേൾക്കു വേണു. 2 തരം അപക്വരമായ പെരുമാറ്റങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, ഗുണ്ടായിസം കാണിക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ജീവരക്ഷാ പ്രവർത്തനമെന്ന എന്ന ജനാധിപത്യ വിരുദ്ധ സമീപനം. 2, ഇവിടെ കരിങ്കൊടി കാണിക്കുന്നവർക്ക് നേരിട്ടിറങ്ങിച്ചെന്ന് ഭീഷണിപ്പെടുത്തുന്ന തൻ്റെ രാഷ്ട്രീയ യജമാനന്മാരെ ഡൽഹിക്ക് വിളിക്കുന്ന അപക്വമായ സമീപനം. ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ രാഷ്ട്രീയ യജമാനൻ. അദ്ദേഹത്തിന് നേരിട്ട് പോലീസിനോട് പറഞ്ഞാൽ മതി, അദ്ദേഹത്തിന് ഡിവൈഎഫ്ഐക്കാരോട് നേരിട്ട് പറഞ്ഞാൽ മതി പ്രതിഷേധത്തെ തല്ലിയൊതുക്കാൻ. ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം നേരെ അമിത്ഷായെ വിളിച്ചു. CRPFന്റെ ആളെ ഇറക്കിയിട്ടുണ്ട്. ഇനി അടിക്കാം. RSSകാരോട് പറഞ്ഞ് ഇനി RSSകാരെ കിട്ടുമെങ്കിൽ അതിനുള്ള വേറെ ഉണ്ടാകുമായിരിക്കും. ഇപ്പം എന്താണെങ്കിലും ഇതിന് കാരണമായത് ജനാധിപത്യത്തോടുള്ള നിഷേധാത്മകമായ സമീപനമാണ്. അത് പിണറായി വിജയൻ്റെ ഭാഗത്തുണ്ടായാലും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭാഗത്തുണ്ടായാലും രണ്ടിനോടും യോജിക്കാൻ സാധിക്കില്ല. ഇവിടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഗവർണറായതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭാഗത്തുണ്ടായ പെരുമാറ്റം അങ്ങേയറ്റം അപക്വമാണ്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലാണ് അദ്ദേഹം പെരുമാറുന്നത്. ഇങ്ങനെയല്ല ഒരു സ്ഥാനത്ത് നിന്ന് പ്രതികരിക്കേണ്ടത്. ഒരു കരിങ്കൊടി പ്രകടനം കണ്ടിട്ട് ഹാലിളകേണ്ട ആളല്ല സംസ്ഥാനത്തിന്റെ. പക്ഷെ അവിടെ ശ്രീ ചിത്രരഞ്ജൻ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം പ്രസക്തമല്ലേ ലിജു? അതായത് പോലീസിനെ ആക്രമിക്കുന്നില്ല SFIക്കാർ, ആരിഫ് മുഹമ്മദ് ഖാനെയും ആക്രമിക്കുന്നില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ഇത്ര അങ്കുലം അകലത്തിൽ നിന്നുള്ള പ്രതിഷേധം അദ്ദേഹത്തിന് കുഴപ്പമില്ല, ഇത്ര അങ്കുലം കടന്നിങ്ങോട്ട് വന്നാൽ അപ്പോൾ തന്നെ ഞാനങ്ങ് പുറത്തേക്ക് ഇറങ്ങും, ഇങ്ങനൊരു സമീപനം എടുത്താൽ അതിനെന്തെങ്കിലും ഒരു യുക്തിയുണ്ടോ? SFIക്കാർ എന്ത് ചെയ്യുന്നു? അവർക്കൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അവർക്ക് ആ വാഹനം ആക്രമിക്കണമെന്നില്ല, തടയണമെന്നില്ല, കരിങ്കൊടി കാണിക്കും. ഇന്നും അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇദ്ദേഹത്തിന് തോന്നുകയാണ് അല്ലല്ല അങ്ങനെയല്ല. നിങ്ങൾ ഒരു സെക്കൻഡ് നിങ്ങൾ ചാടി വീഴുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ, ഇന്നിപ്പോ കണ്ട നിലമേൽ അങ്ങനെ ഒരു ദൃശ്യം ഇല്ല. അല്ല, അതെന്തുകൊണ്ടാണ്? പല ദൃശ്യങ്ങളും ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഈ SFI സംസ്ഥാന സെക്രട്ടറി ആർഷോയുടെ ഒരു ദൃശ്യം ഞാൻ കണ്ടു. ഗവർണറെ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ വെച്ച് പോലീസിനോട് ആർഷോ പറയുകയാണ്, നിങ്ങൾ വേണമെങ്കിൽ ഗവർണറുടെ കക്കൂസ് കഴുകി കൊടുക്കുക. പോലീസിനോട് പറയുന്ന കാര്യമാണ്. പഞ്ചപുച്ഛമടിക്കാണ് പോലീസ് നിൽക്കുന്നത്. അതിനിടയ്ക്ക് ഈ വാവയെ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ കുട്ടികളെ തല്ലിയവന്മാർ പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കില്ല. അതിന്റെ അർത്ഥം ഞങ്ങൾ പറയും. അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ ജനാധിപത്യപരം അല്ലല്ല, പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം ഉണ്ട് വേണു. അല്ല ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൂ. അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ. പൂർത്തീകരിക്കാൻ തയ്യാറാത്ത എന്താ പറയൂ ലിജു. എന്നെ കൊണ്ട് പൂർത്തീകരിക്കാൻ ഞാൻ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞതിനകത്ത് രണ്ടർത്ഥമുണ്ട്. ഞാൻ അതോടെ വ്യക്തമായി പറയാൻ വേണു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഭരണത്തിൽ വരിക എന്നുള്ള കാര്യത്തിന് അന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്ന രീതിയിൽ മാത്രമല്ല അത് പറയുന്നത്. ഞങ്ങൾ ഇവർക്കെതിരെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി പോകുന്നുണ്ട്, ഞങ്ങൾക്കെതിരെ ഹൈക്കോടതി പോവും, ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി പോവും. നിരവധി ആളുകളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ഉത്തരവുകൾ ജുഡീഷ്യറിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിൽ കാര്യങ്ങൾ ഫാസ്റ്റായി പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലെത്തുമ്പോൾ ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എക്സസിനെ നമുക്കറിയാം, എപ്പോഴും ആക്രമമൊന്നും അല്ലെങ്കിൽ പോലീസിൻ്റെ നടപടികൾ പ്രപ്പോർഷനേറ്റ് ആയിരിക്കണം. ഇങ്ങോട്ടുള്ള അതിക്രമങ്ങൾക്ക് പ്രപ്പോർഷനേറ്റായിട്ട് മാത്രമേ പ്രതികരിക്കാൻ അവകാശമുള്ളൂ. നിങ്ങൾ 2 ആളുകളുടെ സൂചനയുണ്ടായി. നിങ്ങൾ 2-3 ആളുടെ കാര്യം പറഞ്ഞു. ആലപ്പുഴയിൽ ഗവൺമാന്മാരെ തലതല്ലി തകർക്കപ്പെട്ട തോമസ് KSU ജില്ലാ പ്രസിഡന്റ് പ്രവീൺ എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ കൊണ്ട് അവൻ്റെ തലയോട്ടി അടിച്ചു തകർക്കുന്ന നിങ്ങൾ കണ്ടു. പിടിച്ചോണ്ട് പോയി 10-20 പേരെ ആക്രമിച്ചു. മേഘ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു നിലയിലും അംഗീകരിക്കാൻ കഴിയില്ല ലിജു. ആ നിങ്ങളുടെ പ്രതിഷേധം പൂർണ്ണമായും ശരി തന്നെയാണ്. ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകുന്നു, ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളിലേക്ക്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കേരള സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ശുപാർശ കേന്ദ്രത്തിലേക്ക് അയച്ചുകൂടെ ആരിഫ് മുഹമ്മദ് ഖാന് എന്ന വാചകത്തോടെയാണ് അങ്ങയുടെ ഭാഗം നേരത്തെ പൂർത്തീകരിച്ചത്. അങ്ങനെ ക്രമസമാധാന നില ആകെ തകർന്നിരിക്കുന്നു കേരളത്തിലെന്ന്
ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല, ആർക്കും അത് വിശ്വാസയോഗ്യമല്ല. അപ്പോൾ അതല്ല ലക്ഷ്യം. ലക്ഷ്യം പിന്നെ എന്താണ്? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക് ഞാൻ തിരികെ എത്താൻ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ പി ചിത്തരഞ്ജൻ, ഇവിടെ ലിജു പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ? അല്ല, ഇന്നത്തെ ഈ ചർച്ചയിൽ ലിജു ഏത് നിലപാടിലാണ് നിൽക്കുന്നത്? ഗവർണർ എടുത്തിട്ടുള്ള സമീപനം തെറ്റാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ആ വിഷയത്തിൽ നിന്നും പിന്നീട് മാറി മറ്റൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാനാണ് അദ്ദേഹം ബോധപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള സംഭവം അത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കണം. അത് ആർക്കും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഇന്നല്ല, കഴിഞ്ഞ കുറേ ദിവസക്കാലമായി ഈ ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ. ഇവിടെ SFIയുടെ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അക്രമാസക്തമായ സമരം നടന്നപ്പോൾ അദ്ദേഹത്തിന് രക്ഷ കിട്ടാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടി വന്നത് എന്ന് പറയാൻ നമുക്കാർക്കും കഴിയുന്നതുമല്ല. ലിജു എന്താ പറഞ്ഞത്? ഇവിടെ KSUവിൻ്റെ അല്ലെങ്കിൽ സമരം നടന്നു, അല്ലെങ്കിൽ KSUവിൻ്റെ സമരം, SFIയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം നടന്നു. ആ സമരവുമായി ബന്ധപ്പെട്ട സമരത്തിൻ്റെ രീതിയല്ലായിരുന്നു തുടക്കത്തിലെ പ്രശ്നം. അതിനുശേഷം മറ്റേതെങ്കിലും പ്രശ്നം വന്നോ? നിങ്ങൾ നോക്കൂ, എത്ര സ്ഥലങ്ങളിലാണ് പോലീസിന് നേരെ അങ്ങോട്ടുള്ള ആക്രമണമല്ലേ ഉണ്ടായിട്ടുള്ളത്. ആ ആക്രമണം വരുമ്പോൾ സ്വാഭാവികമായും ഇങ്ങോട്ടും ഉണ്ടാകും. ഞങ്ങളൊക്കെ തല്ലുകൊണ്ടിട്ടുള്ളവരല്ലേ? SFIക്കാർ തല്ലുകൊണ്ടിട്ടില്ലേ? DYFIക്കാർ തല്ലുകൊണ്ടിട്ടില്ലേ? അപ്പം യൂത്ത് കോൺഗ്രസ്സുകാർ തല്ലുകൊണ്ടാൽ അല്ലെങ്കിൽ ജയിലിൽ കിടന്നാൽ അതൊരു മഹാസംഭവമാണെന്നാണോ പറയേണ്ടത്? 17 ദിവസക്കാലമല്ലേ ഈ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കരിങ്കൊടി പ്രകടനം നടത്തിയ തിരുവനന്തപുരത്തെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തു വന്നത്? ഏറ്റവും കടുത്ത വകുപ്പിട്ടല്ലേ കേസെടുത്തത്? വെറുതെ വിട്ടോ? SFIയുടെ നേതാക്കന്മാർ എത്ര പേരാണ്? ഒരു പെൺകുട്ടി, വന്ദനാദാസ്, ഒരു പെൺകുട്ടി. പക്ഷേ ശ്രീ ചിത്തരഞ്ജൻ, ഇന്നിപ്പോ ഗവർണർ അതിനോട് പ്രതികരിക്കുകയുണ്ടായി. ഈ തിരുവനന്തപുരത്ത് ഒറ്റ സംഭവമാണ്, അതുകൂടാതെ 3 ഇടങ്ങളിൽ സമാനമായ പ്രതിഷേധം ഉണ്ടായി. അവിടെയൊന്നും ഈ പറയുന്ന നിയമ നടപടികൾ ഉണ്ടായില്ല. ആകെ ഒരിടത്ത് മാത്രമാണ് ഉണ്ടായത്. അത് മൂപ്പര് റോഡിൽ ഇറങ്ങിയപ്പോഴാണ്. അല്ല, എന്നിട്ട് ഈ 124 ഇടണമെന്ന് കട്ടായം പറഞ്ഞപ്പോഴാണ്. അല്ല എടി 124 ഇന്ത്യയുടെ ചരിത്രത്തിൽ നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു കരിങ്കൊടി പ്രകടനത്തിന് നടത്തി എന്നതിന്റെ പേരിൽ ഇതിപ്പോ ആരോടാണ് ചോദിക്കുന്നത്? നിങ്ങളുടെ പോലീസ് അല്ലെന്നേ, നിങ്ങളുടെ പോലീസാണ് ഇട്ടിരിക്കുന്നത്. ഇന്നും നിലമേലും 124 ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ പോലീസാണ്. അല്ല, ഞാൻ പറഞ്ഞത് അല്ല, ആർഷോ പറയുകയാണ് ഈ സർക്കാർ അത് പുനരാലോചിക്കണമെന്ന്. അപ്പോ ഒരു സെക്കൻഡ് ലിജുവിനെ പറ്റി അങ്ങ് പറഞ്ഞു തന്നാണ്. ലിജുവിന്റെ നിലപാട് എന്താണ്? ലിജു ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നിലപാടെന്നാണ്. അതേ ചോദ്യമാണ് ആർഷോ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ പോലീസിന്റെ നിലപാട് എന്താണ്? വിജിൻ പറയുന്നു ഇത് പിണറായിയുടെ പോലീസാണെന്ന്, ആർഷോ പറയുന്നു ഇത് ആരിഫ് മുഹമ്മദ് ഖാന്റെ പോലീസാണെന്ന്. എന്റെ വേണു ആർഷോ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവാണ്. SFI എന്ന് പറയുന്നത് CPMന്റെ ഒരു പോഷക സംഘടന പോലെ മാത്രമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല. ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് ഗവൺമെൻറ്റിൻ്റെ ഔദാര്യത്തിനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ഏറ്റുമുട്ടിയോ അല്ലെങ്കിൽ അനുകൂലിച്ചോ നിന്ന് പ്രവർത്തിക്കുന്നതല്ല. ഈ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടാകാത്ത നിലയിൽ ഒരു ഗവർണറുടെ കർശനമായ നിയന്ത്രണത്തിന് വിധേയമായി പോലീസ് അങ്ങനെ ഒരു വകുപ്പിട്ട് കേസെടുത്തതിനെ ചോദ്യം ചെയ്യുവാനുള്ള അധികാരവും അവകാശവും ആ സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയിൽ ആർഷോക്കുണ്ട്. അദ്ദേഹം ആ ഉത്തരവാദിത്തം തന്നെയാണ് നിറവേറ്റിയുള്ളത്. പക്ഷേ പോലീസ് ഈ കരിക്കൊടി ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക് കൂടെ പോയിട്ടുണ്ട്. നേരത്തെ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് പോകാൻ കഴിയാതെ പോയത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എന്തായാലും ഈ 364 അങ്ങോട്ടേക്ക് ശുപാർശ ചെയ്ത് കേരളത്തെ അങ്ങ് പിരിച്ചുവിടുക, അത്തരം കടുത്ത നടപടികളിലേക്കൊന്നും ആരും പോകുന്നുണ്ടാവില്ല. അങ്ങനെ നടപടി എടുക്കാൻ കഴിയുന്ന അസാധാരണമായ സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നത് പകൽ പോലെ വ്യക്തവുമാണ്. പിന്നെ എന്താണ് ലക്ഷ്യം? അല്ല, പിന്നെ എന്താണ് ലക്ഷ്യം എന്ന് ചോദിക്കുമ്പോൾ വളരെ വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഞാൻ മുഖ്യമന്ത്രി ഉപയോഗിച്ചതുപോലുള്ള കടുത്ത ഭാഷയൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് എന്തോ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ടെമ്പറമെൻ്റലായിരിക്കുന്നു, ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ ചിലപ്പോൾ വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എവിടെ പുറത്തിറങ്ങിയാലും ഏത് പരിപാടിക്ക് പോയാലും ഇതേ പ്രശ്നമുണ്ടാകുന്നു എന്ന് വന്നാൽ എന്താണ് അതിന് വിഷയം എന്ന് അദ്ദേഹം തന്നെ സ്വയം പരിശോധിക്കേണ്ടതാണ്. മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഗവർണർ എന്ന ഭരണഘടനാ പദവി വഹിക്കുന്ന വ്യക്തി കുറേ കൂടി സംയമനം
കുറേ കൂടി വിവേകം പ്രകടിപ്പിക്കേണ്ടതാണ്. ശരി, ആർട്ടിക്കിൾ 356 ഞാൻ 364 എന്ന് പറഞ്ഞത് വസ്തുതാപരമായ വിഷയമാണ്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത. ശരി ശരി, ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടായൊരു പിഴവാണത്, ക്ഷമിക്കണം. ശിവശങ്കർ വേഗം. സെബാസ്റ്റ്യൻ പോൾ, ഈ പോണിടത്തൊക്കെ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതെല്ലാം ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ആവുമോ? അങ്ങനെയാണെങ്കിൽ അത് പിണറായി വിജയനും ഉണ്ടായിരുന്നോ? അദ്ദേഹം പോയ യാത്രയിലും ഈ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. എല്ലായിടത്തും അദ്ദേഹത്തിനും ഈ ആക്രമണവും അദ്ദേഹം അതിനെ ആ രീതിയിലൊക്കെ പറഞ്ഞിരുന്നല്ലോ. ശരി ശരി, എനിക്ക് സമയം കഴിഞ്ഞുകൊണ്ട് പുതിയ ചോദ്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു. ഇനി വാർത്താമഴയുമായി എസ് വിജയൻ.